റഫാൽ കേസിൽ ഒരു നിലയ്ക്കും പരിഗണിക്കാൻ പാടില്ല എന്ന് സർക്കാർ ആവർത്തിച്ചു വാദിച്ച വിഷയത്തിലാണ് കോടതി ഇന്ന് അവർക്കെതിരായ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദി സർക്കാരിനുള്ള തിരിച്ചടിയാണോ ഇത്? പുനഃപരിശോധനാ നടപടികളുമായി കോടതി മുന്നോട്ട് പോകുമ്പോൾ റഫാൽ കേന്ദ്ര സർക്കാരിന് വലിയ കുരുക്കാകുമോ? ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ഇന്ന് പ്രതികരിക്കാനുള്ളത് ശ്രീ അഡ്വക്കേറ്റ് അശോക് കുമാർ, BJP സംസ്ഥാന കമ്മിറ്റി അംഗം, ഒപ്പം ഡോക്ടർ സൂര്യനാട് രാജശേഖരൻ, കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ്, ശ്രീ MR അഭിലാഷ്, അഭിഭാഷകൻ ഡൽഹിയിൽ നിന്ന്, ശ്രീ ലാൽകുമാർ, രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ്. ചർച്ചയിലേക്ക് ആദ്യം ശ്രീ അശോക് കുമാർ, ഒരു നിലയ്ക്കും പരിഗണിക്കാൻ പാടില്ല എന്ന് നിങ്ങൾ ആവർത്തിച്ച കാര്യമാണ് കോടതി ഇന്ന് പരിഗണിക്കുമെന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്കൊരു തിരിച്ചടിയാണ്. മറ്റൊന്ന്, പുതിയ രേഖകൾ പരിശോധിക്കുമെന്ന് കോടതി പറയുക വഴി നേരത്തെ റഫാലുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ഹാജരാക്കണമെന്ന് പറഞ്ഞ ഘട്ടത്തിൽ നിങ്ങൾ സമർപ്പിക്കാത്ത, നിങ്ങൾ ഒരുപക്ഷെ പ്രതിരോധത്തിലാകുമെന്ന് നിങ്ങൾക്ക് തന്നെ നല്ല ബോധ്യമുള്ളത് കൊണ്ട് നിങ്ങൾ സമർപ്പിക്കാത്ത രേഖകളാണ് ഇപ്പോൾ കോടതിയുടെ മുൻപിൽ എത്തിയിരിക്കുന്നത് എന്നല്ലേ മനസ്സിലാവുന്നത് ജനത്തിന്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലുള്ള പ്രയാസവും ഉണ്ടാകുന്ന ഒരു വെളിപ്പെടുത്തലല്ല ഇന്ന് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ആദ്യം മുതൽ റഫാൽ ഡീലിൽ കോടതിയുടെ മുൻപിൽ വരുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടി സ്വീകരിച്ചിട്ടുള്ള ഇതേ നിലപാടാണ്. ഈ ഇടപാട് സുതാര്യമാണ്, രാഷ്ട്ര നേതാക്കന്മാർ തമ്മിലുള്ള ഇടപാടുകളാണ്, ഇതിൽ അഴിമതിക്ക് യാതൊരു സാഹചര്യവുമില്ല. പ്രതിപക്ഷം ഉന്നയിക്കുന്നത് അവരുടെ രാഷ്ട്രീയ പ്രേരിതമായ ഈ ഗവൺമെൻറ്റിൻ്റെ വിശ്വാസ്യതയെ തകർക്കാൻ വേണ്ടി ബോധപൂർവമായി കെട്ടിച്ചമച്ചതാണ്. അതുകൊണ്ട് ഇതിൽ അന്വേഷണം വേണ്ട, ഇതിൻ്റെ രേഖകൾ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് ഹാജരാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവിടെ തർക്കം വന്നപ്പോൾ തുടർന്ന് ഞങ്ങൾ പറഞ്ഞു, ഇത് സീൽഡ് കവറിൽ, പ്രതിപക്ഷ കക്ഷി ഈ പരാതിക്കാർക്ക് ഇതിന് കോപ്പി കൊടുക്കാൻ പാടില്ല, സീൽഡ് കവറിൽ വേണമെങ്കിൽ ഹാജരാക്കാമെന്ന് പറഞ്ഞു. സീൽഡ് കവറിൽ അത് ഹാജരാക്കി കൊടുത്തു. അത് തലനാരിഴ കീറി സുപ്രീം കോടതി പരിശോധിച്ചു. അതിനുശേഷം ക്ലീൻ ചീട്ട് ഗവൺമെൻറ്റിന് നൽകുകയുണ്ടായി. ആ ക്ലീൻ ചീട്ടിനെ തുടർന്നാണ് CAGയുടെ റിപ്പോർട്ട് വന്നത്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കൃത്യമായിട്ട് പറഞ്ഞു ഇതിൽ അഴിമതിക്ക് യാതൊരു സാഹചര്യവുമില്ല. ഇപ്പോൾ വന്നിട്ടുള്ളത് റിവ്യൂ പെറ്റീഷനാണ്. കോടതി തള്ളിക്കളഞ്ഞ ഒരു പരാതി, കോടതി തള്ളിക്കളഞ്ഞ ഒരു അഴിമതി കേസല്ല. ഇതിൽ അഴിമതിയുണ്ട്, ഇതിലൊരു അന്വേഷണം വേണം, സ്വതന്ത്രവും നീതിയുക്തമായ ഒരു അന്വേഷണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷിയുടെ നേതാക്കന്മാർ സമീപിച്ചപ്പോൾ ഇതിൽ അന്വേഷണം വേണ്ട എന്നാണ് കോടതിയുടെ വിധി. ആ വിധിയെ ചോദ്യം ചെയ്യൽ പ്രതിപക്ഷ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. കാരണം ഇലക്ഷൻ്റെ പ്രത്യേകമായിട്ടുള്ള സമയത്ത് ഈ തരത്തിലൊരു ക്ലീൻ ചീറ്റുമായി BJP ഇലക്ഷനിലേക്ക് പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന നാണക്കേട് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് റിവ്യൂ ഹർജി. ശബരിമല കേസിൽ റിവ്യൂ ഹർജി കൊടുത്ത കാര്യം നമുക്കറിയാമല്ലോ. തുല്യമായിട്ടുള്ള സാഹചര്യമാണുള്ളത്. ആ റിവ്യൂ ഹർജിയെ ഞങ്ങൾ എതിർത്തിട്ടില്ല. ഞങ്ങൾക്കെതിരെയാണ്, കേന്ദ്ര ഗവൺമെന്റിന്റെ എതിരെയാണ് പരാതി വന്നിരിക്കുന്നത്. നിങ്ങൾ എതിർത്തിട്ടുള്ളത് ഇത് ഔദ്യോഗിക രഹസ്യ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യമാണ് എന്നതാണ്. കോടതി അംഗീകരിച്ചില്ല. മോഷ്ടിക്കപ്പെട്ട രേഖകൾ പരിഗണിക്കരുത് എന്ന് നിങ്ങൾ പറഞ്ഞു, അത് അംഗീകരിച്ചില്ല. താങ്കൾ പറയുന്നത് ഒരു ക്ലീൻ ചിറ്റ് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ കൊടുത്ത രേഖകളെല്ലാം പരിശോധിച്ച്. അതിനകത്ത് തന്നെ ഉണ്ടായ അസാധാരണതകൾ നമ്മളെ കണ്ടതാണ്, തൽക്കാലം അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇപ്പോൾ കോടതി പറയുന്നത് എന്താണ്? പുതിയ രേഖകൾ കൂടി പരിശോധിക്കുമെന്നാണ് ശ്രീ അശോക് കുമാർ പറയുന്നത്. അതായത് കോടതി പറയുന്നില്ല ഇതൊക്കെ ഞങ്ങൾ നേരത്തെയും കണ്ടതാണല്ലോ എന്ന്. ഇത് കോടതിക്ക് പുതിയ രേഖയാണ്. ഏത്? ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ശരിയല്ലാത്ത വിധം ഇടപെടുന്നു എന്ന പ്രതിരോധ സെക്രട്ടറിയുടെ കത്തടക്കമുള്ളവ പുതിയ രേഖയാണ്. അന്ന് കൊടുത്ത രേഖയിൽ നിങ്ങൾ പറയുന്നത്, സത്യവാങ്മൂലത്തിൽ പറയുന്നത് 7 അംഗ സംഘത്തിനാണ് അതിൻ്റെ മുഴുവൻ ചുമതല, ഈ പറയുന്ന നെഗോഷിയേഷനുമായി ബന്ധപ്പെട്ട് വേറെ ആരും ഇടപെട്ടിട്ടില്ല എന്നാണ്. അതിനകത്ത് ഇപ്പോൾ പുതിയ ഒരു വെളിപ്പെടുത്തൽ വരുന്നു, PMO അതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് എന്ന്. കോടതിക്ക് പുതിയ രേഖയാണ്. പുതിയ രേഖയുടെ പശ്ചാത്തലത്തിൽ പഴയ അപൂർണമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ കിട്ടിയ ക്ലീൻ ചിറ്റിന്റെ മഹിമ നിങ്ങൾ എങ്ങനെ പറയും ശ്രീ അശോക് കുമാർ? അല്ല, അങ്ങനെയല്ല. കോടതിക്ക് പുതിയ രേഖ എന്നുള്ളതല്ല പ്രശ്നം. ഞങ്ങൾ ആദ്യം മുതൽ, ഞങ്ങൾക്കെതിരെയാണല്ലോ കേസ് വരുന്നത്, ആദ്യം മുതൽ സർക്കാർ പറയുന്നത് ഇതിനകത്ത് കഴമ്പില്ല എന്ന്. അപ്പോൾ ഞങ്ങൾ ഒരു കോടതിയിൽ എതിർകക്ഷിക്ക് എപ്പോഴും എടുക്കാൻ പറ്റുന്നൊരു വാദഗതിയുണ്ട്. പരാതിക്കാർ കൊണ്ടുവരുന്ന എല്ലാ രേഖകളും ശരിയല്ല, അത് തള്ളിക്കളയണമെന്ന വാദം തന്നെയാണ് എതിർകക്ഷി എന്നതിൽ ഗവൺമെൻറ്റിന് എടുക്കാൻ പറ്റുക. ഈ രേഖയ്ക്കൊരു പ്രത്യേകതയുണ്ട്, രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ്, അത് മോഷ്ടിക്കപ്പെട്ടതാണ്, അത് ഫോർജ്ഡാണ്. അതിൻ്റെ ഒരു ഭാഗം അടിഭാഗത്ത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് ഹിന്ദു പത്രവും രാമും അത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണ്, അതുകൊണ്ട് തള്ളിക്കളയണമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ആ വാദത്തെ അംഗീകരിച്ചില്ല. കോടതി പറഞ്ഞിട്ടുള്ളത് എന്താണ്? അഴിമതി നടന്നല്ല കോടതി പറഞ്ഞത്. കോടതി പറഞ്ഞു പുറത്തു വന്ന രേഖകൾ ഇങ്ങനെയൊക്കെയാണ് സത്യം, അത് ശരിയല്ല. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട രേഖയാണെന്ന്. അതിൽ തന്നെ ഹിന്ദു ദിനപത്രത്തിൽ മുഴുവൻ ഭാഗവും വന്നില്ല എന്ന വിമർശനം നിങ്ങൾ ഉന്നയിക്കുകയും സർക്കാരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ തന്നെ അതിൻ്റെ മുഴുവൻ ഭാഗവും പുറത്തുവിടുകയും ചെയ്തു. നമ്മുടെ മുൻപിലുള്ള യാഥാർത്ഥ്യമാണ്.
അതിനുശേഷം ഇടപാടുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ സർക്കാർ ഓഫീഷ്യൽസും മന്ത്രിമാരും പലതവണ വിശദീകരിക്കുകയും ചെയ്തു. അതങ്ങനെയല്ല, ഇങ്ങനെയാണെന്ന്. അതിലൊന്നും ഈ രഹസ്യത്തിൻ്റെ പ്രശ്നമില്ലേ? നിങ്ങൾ മുഴുവനായും ഒരു രേഖ പുറത്തുവിടുമ്പോൾ അതിൽ ഈ രാജ്യസുരക്ഷാ പ്രശ്നമില്ലേ? പാതി ഹിന്ദുവിൽ വരുമ്പോൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വിടുമ്പോൾ അത് വിശദീകരണക്കുറിപ്പ്, നീതിയുക്തമായ ഇടപെടൽ, മറ്റേതെങ്കിലും സോഴ്സസ് വഴി വന്നാൽ അത് രാജ്യത്തിൻ്റെ സുരക്ഷയാകെ തന്നെ അപകടത്തിലാക്കുന്നത്. ആ തരത്തിലുള്ള കോൺട്രഡിക്ഷൻ അത് മനസ്സിലായില്ല. അല്ല, ഞങ്ങൾ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല. കോടതിയിൽ സീൽഡ് ആയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും കൊടുത്തു. ഞങ്ങളവിടെ ഉദ്ദേശിച്ചത്, ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള അഭിഭാഷകൻ ഉദ്ദേശിച്ചത്, ഇത് മോഷ്ടിച്ച് കൊണ്ടുപ്പെട്ട അല്ലെങ്കിൽ ഫോർജഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ്, ഇത് തെളിവ് നിയമപ്രകാരം ഇത് തെളിവായിട്ട് സ്വീകരിക്കും. ഒബ്ജക്ഷനാണ്, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒബ്ജക്ഷനാണ്. അതിനെ മറികടന്നുകൊണ്ട് കോടതി അത് സ്വീകരിച്ചു. അത് വസ്തുതയാണ്, അതിനെ ഞാൻ തള്ളിക്കളയുന്നില്ല. കോടതി അത് പരിശോധിക്കാം. ഇത് ഈ രേഖകൾ കൊണ്ട് പുതിയത് എന്തെങ്കിലും ഫാക്ട്സ്, പുതിയ എന്തെങ്കിലും വസ്തുത റിവീൽ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാമെന്ന് പറഞ്ഞു. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഇത് ഉർവശി ശാപം ഉപകാരം എന്നതുപോലെ ഇതുകൂടി പരിശോധിച്ചിട്ട് വീണ്ടും ക്ലീൻ ചീട്ട് നൽകിയാൽ കൂടുതൽ അഗ്നിശുദ്ധി വരുത്തിക്കൊണ്ട് ഞങ്ങളുടെ ഗവൺമെന്റ് നിങ്ങൾക്ക് തിരിച്ചടി കിട്ടിയോ എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസം കിട്ടിയിട്ടില്ല എന്ന് ഇപ്പോൾ ശ്രീ ശൂരനാട് രാജശേഖരന്റെ പാർട്ടി നിങ്ങൾക്ക് വലിയ തിരിച്ചടിയായെന്ന് പറയുകയും ചെയ്തു. നമുക്ക് തൽക്കാലം അത് മാറ്റി നിർത്തിയാൽ പുതിയ രേഖകൾ പരിശോധിക്കുമെന്നാണ് കോടതി പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പ്രതിരോധ സെക്രട്ടറിയുടെ ഈ PMO ഇടപെടുന്നതിലെ അതൃപ്തിയുമായി ബന്ധപ്പെട്ട നോട്ട് കോടതിയിൽ എത്തിച്ചിട്ടില്ല. നിങ്ങൾ ഫിനാൻസ് അഡ്വൈസറുടെ ഈ സോവറിൻ ഗ്യാരണ്ടി ഉറപ്പാക്കണമെന്ന നോട്ട് കോടതിയിൽ എത്തിച്ചിട്ടില്ല. ഇതൊക്കെ കോടതിക്ക് പുതിയ രേഖയാണ്. അതായത് അപൂർണമായ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി അന്ന് ക്ലീൻ ചിറ്റ് നൽകിയിട്ടുള്ളത്. ഇന്നിപ്പോൾ കാര്യങ്ങൾ മാറി, ഇതിനകത്ത് തന്നെ വലിയ പ്രശ്നങ്ങളുണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെടുന്ന കോടതി തന്നെ പുതിയ രേഖകളെന്ന് പറയുന്നവ. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? നിങ്ങൾ പറയുന്നു എല്ലാ രേഖകളും കോടതിയിൽ കൊടുത്തുവെന്ന്. പിന്നെ കോടതി ഇതെങ്ങനെ ഇതിനെ പുതുതായി എടുക്കും? നിഷാന്ത്, ഇത് പ്രതിരോധ സെക്രട്ടറിയുടെ രേഖയല്ല, ഇതിൻ്റെ എക്സ്പേർട്ട് കമ്മിറ്റി ഉണ്ട്. അതിൽ 5-6 ആളുകളുണ്ട്. അതിൽ ഒരാൾ പറഞ്ഞു ഇങ്ങനെ ഒരു ഇടപാട് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഈ ഇടപെട്ടു, ഇത് ഈ തരത്തിലുള്ള തർക്കമുണ്ടെന്ന്. അതിനുശേഷം അവർ ഒന്നിച്ചുള്ള ഒപ്പീനിയനാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊരു കാര്യം കൂടെ പറയുന്നത് വളരെ കൃത്യമാണ്. ഈ PMO എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞത് രാജ്യത്തിൻ്റെ കാവലാളാണ്, ചൗക്കിദാറാണ്. ചൗക്കിദാർ ഇത് നോക്കും. കാരണം ചൗക്കിദാർ നോക്കാതിരുന്നാൽ മൻമോഹൻ സിംഗിനെ പോലെയുള്ള ആളുകളാണെങ്കിൽ സുരേഷ് കൽമാടി ഉണ്ടാവും, രാജ ഉണ്ടാവും, ഇപ്പോൾ നമ്മുടെ അഗസ്ത വെറ്റ്ലാൻഡ് അഴിമതി കേസിൽ അഹമ്മദ് പട്ടേൽ ഉണ്ടാവും. അപ്പോൾ മുൻകാലങ്ങളിലൊക്കെ ഈ കമ്മിറ്റിയൊക്കെ നോക്കിയിട്ടാണ് മൻമോഹൻ സിംഗിന്റെ കാലത്ത് നടന്നത്. എന്നിട്ടാണ് ഈ പ്രതിരോധ രംഗത്തൊക്കെ ഇത്തരത്തിൽ അഴിമതി വന്നത്. ആ അഴിമതികളെ മറികടക്കാൻ വേണ്ടി രാജ്യത്ത് നടക്കുന്ന പ്രതിരോധമല്ല മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടും. നേതൃത്വത്തിൽ നടക്കുന്ന ഇടപെടലുകൾ, നേതൃത്വത്തിൽ സമാന്തരമായി നടക്കുന്ന ഇടപാടുകൾ നമ്മുടെ വിലപേശൽ ശേഷി കുറയ്ക്കും എന്നതായിരുന്നു പരാതി. അല്ലാതെ ക്രോസ് ചെക്ക് ചെയ്യുന്നു, മോണിറ്റർ ചെയ്യുന്നു എന്നതായിരുന്നില്ല പ്രശ്നം. മറ്റൊന്നിനി PMOയ്ക്ക് അക്കാര്യത്തിൽ സവിശേഷ താല്പര്യമുണ്ടെങ്കിൽ നേരിട്ടായിക്കൊള്ളൂ എന്ന പരിവേദനം കൂടി, എന്ന പരാതിയും പരിഭവവും കൂടി ആ നോട്ടിലുണ്ട്. അല്ലാതെ ഈ നടക്കുന്ന ഇടപാടുകൾ സൂക്ഷ്മമായി മോണിറ്റർ ചെയ്യുന്നു എന്ന നിലക്കല്ല ആ നോട്ടിലെ പരാമർശം. അവിടെയും നിങ്ങൾക്ക് തെറ്റുപറ്റി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയാണ്, കമ്പനിയുമായിട്ടുള്ള ഇടപടിയല്ല, രാജ്യങ്ങൾ തമ്മിലുള്ള ഡീലാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അഴിമതി ഉണ്ടാവാതിരിക്കാനും കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി സുതാര്യമായി നടക്കുവാൻ വേണ്ടിയിട്ടാണ് ഫ്രഞ്ച് ഗവൺമെൻറ്റും ഇന്ത്യൻ ഗവൺമെൻറ്റും തമ്മിലുള്ള ഈ ഡീലായിട്ട് മാറിയത്. അതുകൊണ്ടാണ് അതിനകത്ത് കമ്മീഷന്റെ ഇടനിലക്കാർ ഒക്ടോവിയോ കോത്രോച്ചിമാർ ഇല്ലാതാകാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അത് ഇല്ലാതെ വന്നിട്ടുള്ളത്. അവിടെയാണ് ആ സുതാര്യത ഉറപ്പുവിടുന്നത്. അതുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ ക്ലീൻ ചീട്ട് കിട്ടിയത്, CNGയുടെ ക്ലീൻ ചീട്ട് കിട്ടിയത്. ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസം. ഇവിടെ സർക്കാർ പറഞ്ഞത് ഇത് ഔദ്യോഗിക രഹസ്യ നിയമപ്രകാരം തൊട്ടുപോയാൽ പൊള്ളുന്ന സംഗതിയാണ്, അത് തരാൻ കഴിയില്ല കോടതിക്കെന്ന് പോലും സർക്കാർ നിലപാടെടുത്തിരുന്നല്ലോ ഒരു ഘട്ടത്തിൽ. പിന്നെ ഇപ്പോൾ ആവർത്തിച്ചു പറഞ്ഞു ഇത് മോഷ്ടിക്കപ്പെട്ട രേഖയാണ്, പരിശോധിക്കാനേ പാടില്ല എന്ന്. ഇതൊന്നും അംഗീകരിച്ചില്ല. ആ രേഖകൾ പരിശോധിക്കാൻ കോടതി തീരുമാനമെടുത്തിരിക്കുകയാണ്. അതായത് വേറെ ഏതെങ്കിലും ഒരു സോഴ്സിലൂടെ സർക്കാരിനെ വിമർശിക്കാൻ വരുന്ന എല്ലാ രേഖകളും രാജ്യദ്രോഹത്തിൻ്റെ പരിധിയിൽപ്പെടുത്തി വായടപ്പിക്കാൻ നോക്കേണ്ട എന്ന മെസ്സേജ് കൂടി ഈ തീരുമാനത്തിലൂടെ കോടതി നൽകിയിട്ടുണ്ടോ സർക്കാരുകൾക്ക്? തീർച്ചയായിട്ടും ശ്രീ നിഷാദ്, ഈ ഒരു വിധിയുടെ രാഷ്ട്രീയ മാനം അതുതന്നെയാണ്. സർക്കാരിനെ എതിർക്കുന്നവരെ രാജ്യദ്രോഹികളായിട്ട് ചിത്രീകരിക്കുക, സർക്കാരിനെതിരെ വ്യവഹാരം നടത്തുന്നവരുടെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യുക, കോടതിയിൽ വരുന്ന ഒരു പേപ്പർ, കോടതിയിൽ സമർപ്പിക്കപ്പെടുന്ന ഒരു പേപ്പർ അത് പത്രത്തിൽ പബ്ലിഷ് ചെയ്ത് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിന്റെ ഭാഗമായി പബ്ലിഷ് ചെയ്ത് വന്നതാണെങ്കിൽ
പത്രമാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടെ ജയിലിലിടും എന്ന് ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് എടുത്ത് ഉയർത്തി പേടിപ്പിക്കുക, അതുപോലെ തന്നെ കോടതിയുടെ കണ്ണ് നിയമത്തിന്റെ കുടവെച്ച് മറയ്ക്കാമെന്നുള്ള ഒരു വ്യാമോഹം സർക്കാർ കൈക്കൊള്ളുക, ഇതൊന്നും തന്നെ ഒരു ജനാധിപത്യ സമൂഹത്തിലെ ജനാധിപത്യ പ്രക്രിയയ്ക്ക് ഉതകുന്നതല്ല എന്ന് വിളിച്ചോതുന്ന ഒരു വിധി തന്നെയാണ്. സർക്കാരല്ല രാജ്യം, രാജ്യമെന്നാൽ ജനമാണ്, ജനമെന്നാൽ ജനഹിതമാണ് എന്ന് അടിവരയിട്ട് പറയുന്ന ഒരു ഉത്തരവാണ് സുപ്രീം കോടതിയിൽ നിന്നും വന്നിരിക്കുന്നത്. അത് പത്രസ്വാതന്ത്ര്യത്തിന്റെ പ്രസക്തി വിളിച്ചോതുന്ന, ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശം അത് ഊട്ടിയുറപ്പിക്കുന്ന ഒരു വിധിയാണ്. ഇനി ഇങ്ങനെയുള്ള വിഷയങ്ങൾ കോടതിയുടെ മുൻപിൽ വരുമ്പോൾ ഭാവിയിലെങ്കിലും സർക്കാരുകൾ ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് പോലെയുള്ള വളരെ റിഗ്രസീവായിട്ടുള്ള, ചില സമയങ്ങളിൽ അത് അനിവാര്യമായിരിക്കാം, എന്നിരുന്നാലും പൊതുവെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അത് ഉയർത്തിക്കാട്ടുമ്പോൾ അത് റിഗ്രസീവായി തന്നെ വ്യാഖ്യാനിക്കപ്പെടും. ഈ രീതിയിലുള്ള നിയമങ്ങളുടെ പുകമറയിലൂടെ സർക്കാരിന് അക്കൗണ്ടബിലിറ്റിയിൽ നിന്നും രക്ഷപ്പെടാം എന്നുള്ള ഒരു വ്യാമോഹം ഇനി വേണ്ട എന്ന് പറയുന്ന ഒരു വിധിയാണ്. അത് സർക്കാരിന്റെ സമീപനത്തിനെയാണ് ഈ വിധി നിരാകരിക്കുന്നത്. ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് ഉയർത്തിക്കാണിച്ച് പത്രമാധ്യമങ്ങളെ ജയിലഴിക്കുള്ളിൽ ആക്കും എന്ന് പറഞ്ഞ അറ്റോർണി ജനറലിന് പിന്നീട് അദ്ദേഹത്തിന്റെ നിലപാട് മാറ്റേണ്ടതായിട്ട് വന്നു എന്നുള്ളതും ഒരു സത്യമാണ്. അപ്പൊ ഈ രീതിയിൽ ഒരു ജനാധിപത്യ സമൂഹത്തില്, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസിയിൽ സർക്കാർ ഒരു നിലപാട് എടുത്തതിന്റെ ആശാസ്യത അത് ചോദ്യം ചെയ്യപ്പെട്ടത് തന്നെയാണ്. അഭിലാഷ്, ഞാനൊരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കട്ടെ. അതായത് ഈ രേഖകൾ കൂടി പരിശോധിക്കാൻ കോടതി തീരുമാനിക്കുക എന്ന് വന്നാൽ, നേരത്തെ സർക്കാരിന് ക്ലീൻ ചിറ്റ് നൽകിയ ഒരു വിധി കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ടല്ലോ. സർക്കാർ നൽകിയിട്ടുള്ള രേഖകൾ പരിശോധിച്ചുകൊണ്ടാണ് അത്തരമൊരു തീരുമാനം കോടതി എടുക്കുന്നത്. ഇത് ആ നൽകിയിട്ടുള്ള അന്നത്തെ വിവരങ്ങൾ അപൂർണമായിരുന്നു, അപൂർണമാക്കപ്പെട്ട വിവരങ്ങളുടെ മേലാണ് സർക്കാർ കോടതി ആ തീരുമാനം എടുത്തത് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശകലനം ചെയ്യാമോ ഇതിനെ? കാരണം ഇത് പുതിയ രേഖകൾ കൂടി പരിശോധിക്കാൻ കോടതി തീരുമാനമെടുക്കുന്നത് അവ നേരത്തെ കോടതി കണ്ടിട്ടില്ല എന്നതിൻ്റെ ഉദാഹരണം കൂടിയല്ലേ? അതല്ലേ അത് വ്യക്തമാക്കുന്ന ഒരു കാര്യം? ശ്രീ നിഷാദ്, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായ പ്രകാരം ആ ഒരു കോടതി വിധിയിലൂടെ ഒരു അൺകണ്ടീഷണൽ ക്ലീൻ ചിറ്റ് ആയിരുന്നു, നിരുപാധികമായിട്ടുള്ള ക്ലീൻ ചിറ്റ് ആയിരുന്നു സർക്കാരിന് കൊടുത്തതെങ്കിൽ ഇപ്പോൾ അത് കണ്ടീഷണൽ ക്ലീൻ ചിറ്റ് ആണ്. കാരണം കോടതിയുടെ മുൻപിൽ കൊണ്ടുവന്നിരിക്കുന്ന ഡോക്യുമെന്റ്സ് വിളിച്ചു പറയുന്ന ചില വസ്തുതകളുണ്ട്. ആ വസ്തുതകൾ സർക്കാരിന് അനുകൂലമായിട്ട് അത് സാധൂകരിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, അല്ല മറ്റു വാക്കിൽ പറഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടിയിൽ കോടതിയുടെ മുൻപിൽ ഇതുവരെ സർക്കാർ വെച്ചിട്ടില്ലാത്തൊരു വസ്തുതയാണ്. എന്തുകൊണ്ട് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് ഇതിനകത്ത് ഇടപെട്ടു? ഈ നെഗോഷിയേറ്റിംഗ് ടീം മാത്രമാണ് നെഗോഷിയേറ്റ് ചെയ്തതെന്നായിരുന്നു സർക്കാരിന്റെ കോടതിയുടെ മുൻപിലെ ഇതുവരെയുള്ള വാദം. എന്തുകൊണ്ട് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് ഇടപെട്ടു? എന്തുകൊണ്ട് അത് ആർബിട്രറി ആയിട്ടുള്ള ഇടപെടിയിലല്ല? അതിന്റെ കാരണം എന്താണ് എന്നൊക്കെ കോടതിയുടെ മുൻപിൽ അതെല്ലാം സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുവാനുള്ള നിയമപരമായിട്ടുള്ള ബാധ്യത സർക്കാരിനുണ്ട്. നരേന്ദ്രമോദി സർക്കാരിനെ ഇൻഡിക്റ്റ് ചെയ്തു എന്ന് നമുക്ക് പറയുവാൻ കഴിയില്ല. കാരണം വിധി ഒരു ചെറിയ പരിമിതമായ ഒരു ക്വസ്റ്റ്യൻ ഓഫ് ലോ മാത്രം അഡ്രസ് ചെയ്യുന്നതാണ്. അപ്പം കുറ്റക്കാരെന്ന് ഈ വിധി പറയുന്നില്ല. പക്ഷേ സർക്കാർ നിലപാടിനെ വളരെ ശക്തമായി സെൻഷർ ചെയ്യുന്ന, പൊതുജന താല്പര്യമാണ് രാജ്യത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്ന് വിളിച്ചോതുന്ന പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് ഇവിടെ ഇടപെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഇടപെടുന്നതിന്റെ കാരണം കോടതിയെ ബോധ്യപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നയിച്ചേക്കാവുന്ന ഒരു വിധിയാണ്. തീർച്ചയായിട്ടും സർക്കാരിന് ആ ഒരു കുറച്ചൊരു ബുദ്ധിമുട്ട് അത് സംബന്ധിച്ചുണ്ടാകാം. കാരണം സർക്കാരല്ല രാജ്യം. സർക്കാർ ഒരു നിലപാടെടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, നെഗോഷിയേറ്റിംഗ് ടീം മാത്രമാണ് ഇതിനകത്ത് ഇടപെട്ടതെന്ന് ഇതുവരെ കോടതിയുടെ മുൻപിൽ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു എക്സ്ട്രേനിയസ് വേരിയബിൾ ആയിട്ട് പ്രൈം മിനിസ്റ്ററിന്റെ ഓഫീസ് ഇടപെട്ടിട്ടുണ്ട് എന്ന് കോടതിയുടെ മുൻപിൽ അവർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ, അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഈ ഡോക്യുമെന്റ്സിന്റെ തന്നെ ഒത്തന്റിസിറ്റി സർക്കാർ ചോദ്യം ചെയ്തിരുന്നില്ല. അത് മോഷ്ടിക്കപ്പെട്ടു എന്നത് മാത്രമേ ഉള്ളൂ സർക്കാരിന്റെ പ്രശ്നം. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു തർക്കത്തിന്റെ സ്പേസ് അവിടെ ഇല്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശ്രീ ശൂരനാട് രാജശേഖരൻ, ഇക്കാര്യത്തിൽ BJP പറയുന്നത് ഞങ്ങൾക്കൊന്നും ഒളിച്ചു വെക്കാനില്ല എന്നാണ്. ഇനി കൂടുതൽ രേഖകൾ സർക്കാരിൻ്റെ കോടതിയുടെ മുൻപിലേക്ക് വന്നാൽ അതും പരിശോധിച്ചതിന് ശേഷവും അഗ്നിശുദ്ധി വരുത്തിയാൽ പിന്നെ നിങ്ങൾക്കൊന്നും പറയാനുണ്ടാവില്ലല്ലോ എന്ന ആത്മവിശ്വാസം ഈ മണിക്കൂറിൽ പങ്കുവെക്കുകയാണ് BJP. എങ്ങനെ കാണുന്നു അതിനെ? ഷാദേ, വാസ്തവത്തിൽ നിന്ന് നരേന്ദ്രമോദി സർക്കാർ രാജിവെക്കേണ്ട ദിവസമാണ്. ഒരാത്മാഭിമാനമുണ്ടെങ്കിൽ ഒരു ജനാധിപത്യ രാജ്യത്തിൽ ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം അതായിരുന്നു. കാരണം അറ്റോർണി ജനറലിനെ കൊണ്ട് എത്ര പ്രാവശ്യമാണ് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിൽ എത്ര പ്രാവശ്യമാണ് കള്ളം പറയിച്ചത് ഈ ഗവൺമെൻറ്? ഏറ്റവും അവസാനം ഏറ്റവും ഒറ്റ കാര്യമാണ്
ഇന്ത്യൻ പാർലമെൻറ്റിലും മറ്റെല്ലാ മേഖലകളിലും ഞങ്ങൾ ചർച്ച ചെയ്ത കാര്യമാണ്. അതുകൊണ്ടാണ് ഈ 3 സമിതികളും അംഗീകരിച്ച വിഷയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അറ്റോർണി ജനറലെ കൊണ്ട് അവിടെ പറയിപ്പിച്ചു. അത് കഴിഞ്ഞ് ഇന്ത്യയിലെ പല മാധ്യമങ്ങളും തമസ്കരിക്കാൻ ശ്രമിച്ചപ്പോഴും ഹിന്ദുവും കാരവനും ഒക്കെ അത് പുറത്തു കൊണ്ടുവന്നപ്പോഴും അത് മോഷ്ടിച്ചപ്പെട്ട രേഖകളാണെന്ന് പറയും. ഇന്ന് കോടതി പറഞ്ഞെന്താ, പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു വിഷയം ചർച്ച ചെയ്യുന്ന ഒരു കാര്യം കോടതി ഇങ്ങനെ തെളിവല്ല. രാഹുൽ ഗാന്ധി ഇത് തന്നെയാണ് പറഞ്ഞത്. വളരെ ചെറിയ ഒരു കാര്യമായിട്ട് വന്നു. ഇന്ത്യയുടെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ് ഒറ്റ ഡീലിന് 30,000 കോടി രൂപ. 30,000 കോടി രൂപ അനിൽ അംബാനിക്ക് 30,000 കോടി രൂപ ഇടനിലക്കാരന് കൊടുക്കുന്നതിന് വേണ്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി കാണിച്ച കപട നാടകങ്ങൾ എത്ര ക്രൂരമായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും അവസാനത്തെ ദൃഷ്ടാന്തമാണ് സുപ്രീം കോടതിയുടെ ഇന്നത്തെ ഇത്. എന്തെങ്കിലും അന്തസ്സുണ്ടെങ്കിൽ അതായത് കോടതിയിൽ ഗവൺമെൻറ്റും അറ്റോർണി ജനറലും കൊടുക്കേണ്ട രേഖകൾ, മറച്ചു വെച്ച രേഖകൾ, അത് മാധ്യമങ്ങളിൽ വന്ന രേഖകൾ എടുക്കരുതെന്ന് ഒരു കാലത്തും എടുക്കാൻ പാടില്ല, അത് മോഷണമാണ് എന്ന് പറഞ്ഞത് കോടതി പറയുന്നു. അത് പൊതുസമൂഹത്തിലെ ചർച്ചയാണ്, അത് കോടതിക്ക് അംഗീകരിക്കാൻ പാടില്ല, അതുകൊണ്ട് ഞങ്ങൾ എടുക്കും എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ നാണം കെട്ട ഒരു സർക്കാർ ഇങ്ങനെ തുടരാൻ പറ്റും? സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അപമാനകരമായ ഡീലാണ് ഈ നടന്നത്. അത് ആർക്കാ അറിഞ്ഞൂടാത്തെ? 560 കോടി രൂപയുടെ ഒരു വിമാനം 1600 കോടി രൂപയ്ക്ക് വാങ്ങിച്ചാൽ അതിൽ നെഗോസിയേഷനും ബാർഗെയിനിങ്ങിനും എത്ര പെട്ടെന്നാണ് നരേന്ദ്രമോദി അവിടെ ചെന്ന് അന്ത്യം കുറിച്ചതെന്ന് ആർക്കാ അറിഞ്ഞൂടാത്തെ? ആ രേഖയാണ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ആ രേഖയാണ് പ്രതിരോധ വകുപ്പ് പറഞ്ഞിരിക്കുന്നത്. PMOയുടെ ഓഫീസ് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ടു എന്ന് പറഞ്ഞ രേഖ ആണ് അത് മോഷണം പോയി എന്ന് പറയുന്നത്. ആ രേഖ നോക്കിയിട്ട് മാത്രമേ ഇതിനൊരു അന്ത്യവിധി വരാൻ പറ്റുമെന്ന് ഇന്ന് സുപ്രീം കോടതി പറയുന്നു. എന്നിട്ട് പറയുന്നു, എന്തോ ഒരു മാന്യമായിട്ടാണ് പറയുന്നത്, ഞങ്ങൾ ഇതൊക്കെ നല്ല ശുദ്ധമാണ് എന്ന് പറയുന്നത്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയും സുപ്രീം കോടതിയുടെ മുമ്പിൽ കള്ളം പറയിച്ച ഒരു ഗവൺമെൻറ്റും ആ കള്ളം പറയിച്ച അറ്റോർണി ജനറലുടെ ഒരു ചിത്രം ഞാൻ കണ്ടു. എത്രയോ മഹാനായ ഒരു വക്കീലായിരുന്നു അദ്ദേഹം. അപമാനിതനായി ഇറങ്ങിപ്പോകുന്ന ചിത്രം ഈ കേരളത്തിലെയും ഇന്ത്യയുടെയും പൊതുസമൂഹം കണ്ടുകൊണ്ടിരുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ കാര്യത്തിൽ സമ്പൂർണ്ണമായും സർക്കാരിന് അടിപതറിയിരിക്കുന്നു എന്നാണ് ശ്രീ സൂര്യനാരായണൻ ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു കാര്യം. ഞാൻ പറയാം, ശ്രീ ലാൽകുമാർ, നോക്കൂ, നാളെ ഈ രാജ്യം പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. 91 ലോക്സഭാ മണ്ഡലങ്ങൾ. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങളിലൊന്ന് നരേന്ദ്രമോദി ഉയർത്തിക്കൊണ്ടുവന്ന അഴിമതി വിരുദ്ധതയായിരുന്നു. വലിയ കയ്യടിയും സ്വീകാര്യതയും അതിന് കിട്ടിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. പുതിയ വോട്ടർമാർ, യുവാക്കൾ, മിഡിൽ ക്ലാസ് തുടങ്ങിയവയിൽ നിന്ന് കിട്ടിയ സ്വീകാര്യത ചെറുതായിരുന്നില്ല. പക്ഷെ നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകാനിരിക്കെ ഇന്ന് റഫാൽ ഇടപാടിൽ സർക്കാരിനെ നിഴലിൽ നിർത്തുന്ന തീരുമാനമാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമായി റഫാൽ ഇപ്പോഴും നിൽക്കുകയാണ്. അതിൽ BJP പ്രതിരോധത്തിലാണ് എന്ന് നമുക്ക് കാണാമോ? അത് ഇന്ത്യ ഒട്ടാകെ ആ നിലയ്ക്ക് പ്രവർത്തിക്കാനുള്ള സാധ്യതയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്, താങ്കളുടെ ഒരു നിരീക്ഷണ വഴിയിലൂടെ? നമ്മൾ 2014 കോൺഗ്രസിനെ പുറത്താക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ജനതയുടെ ഒരു ആവശ്യമായിരുന്ന ഒരവസ്ഥയാണ്. കാര്യം എന്താ സംഭവിച്ചത്? കറപ്ഷൻ്റെ ചാർജസ്, എക്സ്ട്രീം കറപ്ഷൻ ചാർജസ് വന്ന് മുന്നോട്ട് നിൽക്കുന്ന ഒരു ഗവൺമെൻറ്. പിന്നെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു വലിയ ആശയം, അച്ഛേ ദിൻ ആനെ വാലെ എന്നൊക്കെ പറഞ്ഞു കുറേ കാര്യങ്ങൾ മോഡിജി പറഞ്ഞു. ആനയും വന്നില്ല, വാലും വന്നില്ല, അത് നമുക്കറിയാം. പക്ഷേ ഒരു സ്വപ്നം ഒരു നാടിന് വിറ്റ് ഭൂരിപക്ഷം കിട്ടിയതാണ് എന്നുള്ളതാണ് സത്യം. ആ ഗവൺമെൻറ് തന്നെ ഒരുപാട് കറപ്ഷൻസ് കാണിക്കുന്നു. ഇവർ അശോക് കുമാർ ഇന്ന് പറഞ്ഞതിനകത്തൊരു മാന്യത ഞാൻ കണ്ടത്, അദ്ദേഹം ഭാഗ്യവശാൽ നെഹ്റുവിനെ ഗാന്ധിജി ഒന്നും റാഫേൽ വിഷയത്തിൽ കുറ്റപ്പെടുത്തിയില്ല എന്നുള്ള കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. അല്ലെങ്കിൽ ഇവർ നെഹ്റുവിനെയും ഗാന്ധിയൊക്കെയാണ് പലപ്പോഴും ഉപയോഗിക്കുക. എന്നോ നടന്ന വിഷയങ്ങൾക്ക് വീണ്ടും പൊക്കിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞ ഇവരുടെ ജോലിയാണ്. ഇവരുടെ അറ്റോർണി ജനറൽ എന്താണ് ആദ്യത്തെ ദിവസം ആദ്യത്തെ പ്ലീഡിൽ പറഞ്ഞത് കോടതിയുടെ മുന്നിൽ? ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ് സ്റ്റോളൻ എന്നാണ് പറഞ്ഞത്. സോ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ് സ്റ്റോളൻ എന്നുള്ള പ്രയോഗം അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് അല്ലേ? എന്ന് വെച്ചാൽ അത് സത്യസന്ധമായ ഡോക്യുമെൻ്റ് എന്നുള്ളതാണല്ലേ അതിൻ്റെ അർത്ഥം. എൻട്രാം എഴുതിയത് ശരിയാണെന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പം ഞാൻ ആലോചിക്കുന്നത് CAG എന്താണ് ഇവർ ചെക്ക് ചെയ്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓട്ടോണോമി ഒക്കെ നശിപ്പിച്ച് നാരായണക്കല്ലാക്കി വെച്ചിരിക്കുകയാണ്. സാധാരണക്കാരൻ്റെ ഭാഷയിൽ സംസാരിക്കാനേ എനിക്കറിയത്തുള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. എനിക്ക് അടിയുറച്ച വിശ്വാസമുണ്ട് ഇന്നത്തെ ഡിസംബറിൽ വന്ന സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റ് വാസ് റോങ് എന്ന് അടിയുറച്ച് വിശ്വസിക്കാൻ ഒരു പൗരന് അവകാശമുണ്ടെങ്കിൽ അതിൽ നിശ്ചയദാർഢ്യത്തോടുകൂടി ഞാൻ വിശ്വസിക്കുന്നു അത് തെറ്റാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ പരമോന്നത കോടതി വിധിക്കുന്ന ഏത് വിധിയും നമ്മൾ ബാധ്യസ്ഥരാണ് അനുസരിക്കാനും കേൾക്കാനും, അതുകൊണ്ട് തന്നെ റെസ്പെക്ട് ചെയ്യുന്നു. ഇന്നത്തെ വിധിയിൽ നിന്ന് വന്നിരിക്കുന്നത് റിവ്യൂ കേൾക്കാമെന്ന് നമ്മളോട് പറയുമ്പം കോടതി നമ്മളോട് പറയുന്നത് എന്താണ്? മേ ബി
ഐ എം റിപ്പീറ്റിംഗ് ദ വേർഡ് മേ ബി ഡിസംബറിൽ വന്ന വിധി തെറ്റാണ് എന്നുള്ള ഒരു സാധ്യതയാണ് സുപ്രീം കോടതി തന്നെ തുറന്നു കിട്ടിയിരിക്കുന്നത്. ഡോർസ് ആർ ഓപ്പൺ. പിന്നെ ഇവർ കാണിച്ചിരിക്കുന്ന തോന്നിവാസം പാരലൽ നെഗോഷിയേഷൻ നടത്തി എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. നമുക്ക് കോമൺ സെൻസ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം സംശയമില്ല. യൂറോജെറ്റ് ഫൈറ്ററെ കുറിച്ച് ഇവർ പറഞ്ഞ ഓരോ റാഫേലും യൂറോജെറ്റും തമ്മിലുള്ള കമ്പാരിസൺ നമ്മൾ കണ്ടതാണ്. റാഫേലിന് വേണ്ടി ഇവർ വാദിക്കുമ്പം പലതും കണ്ടതാണ്. മോഡിജി പല മേഖലകളിലും പല മണ്ഡലങ്ങളിലും പോയി കഴിഞ്ഞ ദിവസം വാർ നടന്നു. പുൽവാമ കഴിഞ്ഞ് ഞങ്ങൾക്ക് റാഫേൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇപ്പം ശരിയാക്കി തന്നേനെന്ന് നെടുപടി പറയുന്ന പോലൊക്കെ പറയുന്നത് കേട്ടു. ഇതൊന്നുമല്ല, അംബാനിയെ രക്ഷിക്കാൻ വേണ്ടി, പൊളിഞ്ഞു നിൽക്കുന്ന അംബാനിയെ രക്ഷിക്കാൻ വേണ്ടി നടത്തിയ അനധികൃതമായ ഇടപെടലാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. 9% ലാഭമുണ്ടായി എന്ന് നിർമ്മലാ സീതാരാമൻ പാർലമെന്റിനെ തെറ്റിദ്ധരിപ്പിക്കുന്നു. അതേ സ്ഥാനത്ത് CAGയുടെ റിപ്പോർട്ടിൽ ഞാൻ വിശ്വസിക്കുന്നില്ലെങ്കിലും CAG പറയുന്നു 2.86% മാത്രമേ ലാഭം ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പം ബാക്കിയുള്ളത് ഇവിടെ പോയി. അപ്പോൾ ഇത് മൊത്തത്തിൽ കള്ളത്തിൽ കുളിച്ചു നിൽക്കുകയാണ്. ഞാൻ പറയുന്ന അടുത്ത സർക്കാർ, ഏത് സർക്കാർ വന്നാലും, ഇവരുടെ സർക്കാർ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, ഒരു ധവളപത്രം, വൈറ്റ് പേപ്പർ ഇറക്കി എന്താണ് സ്റ്റേറ്റ് ഓഫ് അഫെയറിൻ്റെ എവിടെയാണ് ഇത് നിൽക്കുന്നതെന്ന് അറിയേണ്ടിയിരിക്കുന്നു. കാര്യം എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനുകളെ നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. സുപ്രീം കോടതി കൃത്യമായി ഇടപെട്ടിരിക്കുന്നു ഈ വിഷയത്തിൽ. ഞാൻ അടിയുറച്ച് പറയുന്നു, നാളെ അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ഭാരതം ഇലക്ഷനിലേക്ക് പോകാൻ വോട്ടർമാർ ഇവർക്കെതിരെ പ്രതികരിക്കുക തന്നെ ചെയ്യും. കാര്യം ഒരു സ്വപ്നം വിറ്റ് ആ സ്വപ്നത്തിനെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ നിഷാദേ. ഒരു സ്വപ്നത്തിനെ വിറ്റ് ഈ നാടിനെ വഞ്ചിക്കുകയാണ് ഇവർ ചെയ്തത്. കർഷകന്റെ പ്രശ്നങ്ങൾ എന്താണ് ഇവിടെ? ബാക്കിയുള്ള ഓരോ മേഖലകളിലെ പ്രശ്നങ്ങൾ എടുത്തു നോക്ക്. ഇവരെല്ലാം ചെയ്തത് കറപ്ഷനാണ്. ഇന്നലെ ഡീമോണിറ്റൈസേഷൻ കറപ്ഷൻ ആയിരുന്നു എന്ന് പറഞ്ഞ് കോൺഗ്രസ് ഒരു ഡോക്യുമെന്റ് വെളിവിട്ടിട്ടുണ്ട്. ഒരു മീഡിയയും വലുതായിട്ട് ചർച്ച ചെയ്യുന്നില്ല, നാഷണൽ മീഡിയ. കാര്യം ഇവരുടെ ഏറാൻ മൂളികളായി മാറി നിൽക്കുന്നവരെയാണ് നമ്മൾ കാണുന്നത്. അത് എപ്പോഴും ഫാസിസം വർക്ക് ചെയ്യുന്ന അങ്ങനെയാണ്, എപ്പോഴും ഫാസിസം വർക്ക് ചെയ്യുന്നതാണ്. ആ ഫാസിസം എന്നും RSS എന്നും BJP എന്നും ഒക്കെ പറയാൻ ഇവിടുത്തെ ആൾക്കാർക്ക് പേടിയാണ്. നമ്മൾ ചിലപ്പം വെളിയിലിറങ്ങുമ്പോൾ ഇവർ ചിലപ്പോൾ തല്ലിക്കൊല്ലുമായിരിക്കും, പക്ഷേ ആ തല്ലിക്കൊന്നാലും അത് പറഞ്ഞിട്ട് തന്നെ പോകണമെന്ന് നിർബന്ധമുള്ളത് തന്നെയാണ് പറയുന്നത്. നേരത്തെ അഭിഭാഷകൻ തന്നെ ചൂണ്ടിക്കാണിച്ച പോലെ കോടതിയിൽ പോയി അത് മോഷ്ടിക്കപ്പെട്ട രേഖയാണ് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ആ രേഖകൾക്ക് ആധികാരികതയില്ല എന്ന നിലപാട് സ്വീകരിച്ചിട്ടേയില്ല. അത് ഒരു തന്ത്രപരമായ പിഴവായിരുന്നു എന്നിപ്പോൾ വിചാരിക്കുന്നുണ്ടാവുമോ BJP? ഒന്നാമത്തെ കാര്യം, ഫെബ്രുവരിയിലാണ് ഈ രേഖ പുറത്തു വരുന്നത്. അന്ന് സർക്കാരിന് ആ കാര്യത്തിൽ ഫെബ്രുവരി 8-ന് ആ രേഖ പുറത്തു വരുന്ന ഘട്ടത്തിൽ രാഷ്ട്രീയമായ പ്രതികരണം നിങ്ങൾ നടത്തിയിരുന്നു. ലോക്സഭയിൽ തന്നെ നിർമ്മലാ സീതാരാമൻ അതുമായി ബന്ധപ്പെട്ട പ്രതികരണമൊക്കെ നടത്തിയിരുന്നു. അന്ന് എവിടെയും നിങ്ങൾ പറഞ്ഞിട്ടില്ല ഇത് മോഷ്ടിക്കപ്പെട്ടതാണെന്ന്. പിന്നീട് ഒരു മാസം കഴിഞ്ഞത് കോടതിയിൽ വരുമ്പോഴാണ് പെട്ടെന്നൊരു തന്ത്രവുമായി വരുന്നത് മോഷ്ടിക്കപ്പെട്ടതാണെന്ന്. അത് അപ്പാടെ പാളിപ്പോയ ഒരു നീക്കമായിരുന്നു എന്നല്ലേ സത്യത്തിൽ വിലയിരുത്തേണ്ടത് ശ്രീ അശോക് കുമാർ? ഞാൻ അതിലേക്ക് വരുന്നതിന് മുൻപ് തലയ്ക്കകത്ത് മുഴുവൻ BJP വിരുദ്ധത കുത്തി നിറച്ചിട്ടുള്ള, CAGയെ വിശ്വാസമില്ലാത്ത, സുപ്രീം കോടതിയുടെ ക്ലീൻ ചീറ്റിനെ വിശ്വാസമില്ലാത്ത, വരുന്ന തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിൽ വരില്ല എന്ന് വിശ്വസിക്കുന്ന ശ്രീ ലാൽകുമാർ, അദ്ദേഹത്തിന് അങ്ങനെ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ രാജ്യത്ത് ഇതുവരെ നടന്നിട്ടുള്ള മുഴുവൻ അഭിപ്രായ സർവേകളിലും 65%-ലധികം വരുന്ന ആളുകൾ നരേന്ദ്രമോദിക്ക് പിന്തുണയായിട്ട് നിൽക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ. ശ്രീ MR അഭിലാഷിന് അങ്ങനെ BJP വിരുദ്ധതയൊന്നുമില്ല. അദ്ദേഹം ഒരു പരിധിവരെ നിഷ്പക്ഷനായിട്ട് കാര്യങ്ങളെ വിലയിരുത്തുന്നതായിട്ട് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം പറഞ്ഞത് വളരെ, ഞാൻ അദ്ദേഹത്തോട് പിന്തുണച്ചുകൊണ്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ക്വസ്റ്റ്യൻ ഓഫ് ലോ, അതാണ് യഥാർത്ഥത്തിൽ അഭിഭാഷകൻ എന്ന ഒരു നിലയിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം ഈ ഡോക്യുമെൻ്റ് ചോർത്തിക്കൊണ്ടുവന്ന, കളവ് ചെയ്ത് കൊണ്ടുവന്ന ഒരു ഡോക്യുമെൻ്റ് ജുഡീഷ്യൽ സംവിധാനത്തിൽ ഒരു തെളിവായിട്ട് ഉപയോഗിക്കാമോ? അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന വാദം നമ്മുടെ ഭാഗത്തുനിന്ന്, അഭിഭാഷകന്റെ ഭാഗത്തുനിന്നുണ്ടായി. സുപ്രീം കോടതി പറഞ്ഞു ഏതെങ്കിലും ഒരു വസ്തുതയെക്കുറിച്ച് വെളിവാക്കാൻ പറ്റുമെങ്കിൽ, സ്പീക്ക് ചെയ്യുന്ന, സംസാരിക്കുന്ന ഈ രേഖയ്ക്ക് എന്തെങ്കിലും പോസിറ്റീവായിട്ട് കോടതിയെ സഹായിക്കാൻ പറ്റുന്ന ഒരു സത്യം കണ്ടെത്താൻ പറ്റുന്ന രീതിയിൽ ഈ രേഖ സംസാരിക്കുകയാണെങ്കിൽ അത് റെലവൻ്റ് ആണ്. ആ അർത്ഥത്തിൽ ആ രേഖ പരിശോധിക്കാം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ക്വസ്റ്റ്യൻ ഓഫ് ലോ. ഇതിൽ നിന്ന് വിരുദ്ധമായിട്ട് അഭിലാഷിന് ഒരു അഭിപ്രായം ഉണ്ടാവില്ല. അത് പരിശോധിക്കട്ടെ, അത് പരിശോധിക്കുന്നതിന് ഞങ്ങൾക്ക് എതിർപ്പില്ല. പക്ഷെ ഞങ്ങൾ തന്നൊരു കേസിൽ പരിശോധിക്കാൻ പാടില്ല, കേസിൽ അവിടെയല്ല പ്രശ്നം, അവിടെ അങ്ങനെയല്ല പ്രശ്നം. ഞങ്ങൾക്ക് ക്ലീൻ ചീറ്റ് തന്ന ഒരു കേസിൽ റിവ്യൂ പെറ്റീഷനുമായിട്ട് ഞങ്ങളുടെ എതിർകക്ഷികൾ വരികയാണ്. അവരുടെ റിവ്യൂ പെറ്റീഷനെ ഒബ്ജക്റ്റ് ചെയ്യുക, എതിർക്കുക എന്നുള്ളതല്ലാതെ ഞങ്ങൾ എന്താ ചെയ്യാൻ പറ്റുക? എതിർക്കാൻ നിങ്ങൾ ഇപ്പോൾ കൊണ്ടുവരുന്ന ഈ രേഖ മോഷ്ടിച്ചതാണ് എന്ന് പറയുന്നത് വാദം ന്യായമല്ലല്ലോ.
അപ്പൊ ഉന്നതനായ ഒരു ഒരു അല്ല, അത് മോഷ്ടിച്ചത് തന്നെയല്ലേ? അത് മോഷ്ടിച്ചത് തന്നെയല്ലേ? ആണ്. പക്ഷെ അതിനുള്ള ഡേറ്റ ഈ രാജ്യത്തെ ആളുകളുടെ നികുതി പണം കൊണ്ട് നടത്തിയിട്ടുള്ള ഒരു ഏർപ്പാടുമായി ബന്ധപ്പെട്ടതാണ്. അതൊരു തീരുമാനമെടുക്കലുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിൽ രാജ്യസുരക്ഷയുടെ പ്രശ്നം പോലും സത്യത്തിലില്ല. അത് വിടാം. പക്ഷെ അതൊരു സ്വതന്ത്രപ്രധാനമായ തെളിവാണെങ്കിൽ അത് മോഷ്ടിച്ചതായതുകൊണ്ട് പരിഗണിക്കരുത് എന്ന വാദം നിലനിൽക്കുന്നതാണോ? അതൊരു ഒരു പിഴച്ച നീക്കമായി പോയില്ലെന്നാണ് ഞാൻ ചോദിച്ചത്. അതുകൊണ്ട് അവിടെയാണ് പറഞ്ഞത് ആ ക്വസ്റ്റ്യൻ ഓഫ് ലോയാണ് വന്നിട്ടുള്ളത്. അത് പരിശോധിക്കാം. അതിന് എന്തെങ്കിലും സത്യം ഈ ഡോക്യുമെന്റിന് പറയാനുണ്ടെങ്കിൽ ആ സത്യത്തെ സ്വീകരിക്കാം സുപ്രീം കോടതിക്ക്. ആ സത്യത്തെ സുപ്രീം കോടതി സ്വീകരിക്കരുത് എന്ന് ഞങ്ങൾ പറയുന്നില്ല. അതിന് ഞങ്ങൾ തമസ്കരിക്കാനും ആഗ്രഹിക്കുന്നില്ല. അത് സ്വീകരിച്ചോട്ടെ. അശോക് കുമാർ, ഈ പറയുന്ന രേഖയുണ്ടല്ലോ, അത് ഇതിനു മുൻപ് കോടതിയുടെ മുൻപിൽ വന്നിട്ടുള്ളവയല്ല, അങ്ങനെയാണോ? ഈ രേഖകൾ കോടതിക്ക് റെലവൻ്റ് ആയിട്ടുള്ള രേഖകളെല്ലാം തന്നെ വന്നിട്ടുണ്ട്. ഈ രേഖകൾ ഫോർജഡ് ആയിട്ട് എന്നാണ് ഞങ്ങൾ പറയുന്നത്. കാരണം അതിന്റെ ഒരു ഭാഗം മുറിച്ചു മാറ്റി എന്നുള്ളതാണ് അതിനകത്തെ പ്രശ്നം. അത് വളരെ ജനുവിനാണെന്ന് തന്നെയാണ് നിങ്ങളുടെ നിലപാട്. അത് ജനുവിനാണെന്ന് തന്നെയാണ് നിലപാട്. പക്ഷെ അത് മോഷ്ടിക്കപ്പെട്ടു, അത് പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു പേപ്പർ ഡോക്യുമെന്റിന്റെ ഒരു ഭാഗം രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന് കട്ടതാണ്, ഒന്ന് ഫോർജഡ് ആണ്. രണ്ടും പറഞ്ഞിട്ടുണ്ട്. കളവ് ചെയ്തതാണ്, ഫോർജഡ് ആണ്. കാരണം യഥാർത്ഥ രേഖ നിർമ്മലാ സീതാരാമൻ പുറത്തുവിടുകയുണ്ടായല്ലോ. കാരണം ഒരു രേഖ കൊണ്ടുവന്നിട്ട് അതിന്റെ ഒരു ഭാഗം മുറിച്ചു മാറ്റി ഈ രാജ്യസുരക്ഷയുടെ പ്രശ്നം ഇല്ല എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. അങ്ങനെ പുറത്തുവിടാമോ? രാജ്യസുരക്ഷയുടെ അത് പുറത്തു വന്ന രേഖകളല്ലേ, എല്ലാവരും കണ്ട രേഖകളല്ലേ. അവിടെ ഞങ്ങൾക്ക് രാജ്യസുരക്ഷ കൊണ്ട് ഒരു കാര്യവും ഞങ്ങൾ പുറത്തു പറയില്ല എന്ന് നിങ്ങൾ അടക്കി പിടിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നിർമ്മലാ സീതാരാമന് പുറത്തുവിടാം. ഏത് മുഴുവനായും പുറത്തുവിടാം. ഹിന്ദുവിൽ പകുതിയേ വന്നിട്ടുള്ളൂ. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് രാജ്യസുരക്ഷയെ കുറിച്ച് ആകുലതയൊന്നുമില്ല. അത് ഞങ്ങൾക്ക് വിശദീകരിക്കാൻ എന്തും പുറത്തുവിടാം, എന്തും പറയാം. പത്രത്തിൽ വരാൻ പാടില്ല, രാഹുൽ ഗാന്ധി പറയാൻ പാടില്ല. പത്രത്തിന്റെ 1-ാം പേജിൽ അടിച്ചു വന്ന രേഖയുടെ പൂർണ്ണതയാണ്. ഹിന്ദു പത്രത്തിൽ 1-ാം പേജിൽ അടിച്ചു വന്ന രേഖയുടെ ബാക്കി ഭാഗവും കൂടെ ചേർത്തിട്ട് ഇതാണ് യഥാർത്ഥ രേഖ എന്നാണ് നിർമ്മലാ സീതാരാമൻ പറഞ്ഞത്. അത് എല്ലാവരും വായിച്ചു കഴിഞ്ഞതല്ലേ, എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞതല്ലേ. അത് പിന്നെ ഒളിച്ചു വെക്കേണ്ട കാര്യം കോടതിയിൽ എത്തിയതാണോ ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് ക്ലീൻ ചിറ്റ് കിട്ടിയ കേസിനകത്ത് ആദ്യം കോടതിയിൽ വന്നതാണോ ഇത്? അല്ല, കോടതിയിൽ വരേണ്ടതാണോ, അത് കോടതിയെ സംബന്ധിച്ച് റെലവന്റ് ആണോ എന്നുള്ളത് കോടതി പരിശോധിക്കാൻ പോകുന്നതേ ഉള്ളൂ. അത് കോടതിയെ സംബന്ധിച്ച് റെലവന്റ് ആയിട്ടുള്ള കാര്യമല്ല. കാരണം ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയിലെ ഒരു മെമ്പറുടെ അഭിപ്രായമാണ് അത്. അതിനുശേഷം ഐക്യകണ്ഠേനയാണ് അവർ ഒപ്പീനിയൻ കൊടുത്തിട്ടുള്ളത്. ഐക്യകണ്ഠേന ഒപ്പീനിയൻ കൊടുത്തിട്ട് സ്വീകരിക്കുള്ളൂ. അതിനനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുക. ഇവിടെ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ഓതന്റിസിറ്റിയെ കുറിച്ച് സർക്കാരിന് തർക്കമൊന്നുമില്ല. പ്രശ്നം സർക്കാർ ഇത് മോഷ്ടിക്കപ്പെട്ടു എന്നത് മാത്രമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഒബ്ജക്ഷൻ ഇനി ഉന്നയിക്കാൻ സർക്കാരിന് കഴിയുമോ? ഇല്ലെന്നാണ് സാമാന്യ ബുദ്ധിയെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിനകത്ത് പറയുന്ന ഡേറ്റ കണ്ടന്റ് എന്താണോ അതിന്മേലായിരിക്കുമല്ലോ ഇനിയൊരു ഡിസ്കഷൻ ഉണ്ടാവുക. അങ്ങനെ ഉണ്ടായാൽ കോടതി പരിശോധിക്കുമ്പോൾ PMO ഇതിനകത്ത് ഇടപെടുന്നു സമാന്തരമായി. അത് നമ്മളുടെ ഈ പറയുന്ന വിലപേശൽ ശേഷിയെ ബാധിക്കാൻ പോകുന്ന ഒന്നാണ്. ഇനി PMO നേരിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്യൂ എന്നടക്കമുള്ള വളരെ സീനിയർ ഒഫീഷ്യൽസിൻ്റെ പരാമർശം അതിനകത്തുണ്ട്. അങ്ങനെ വന്നാൽ അത് PMOയോട് തന്നെ ഇതിൻ്റെ വിശദാംശം എന്താണെന്ന് നിങ്ങൾ വെളിപ്പെടുത്തണം, അല്ലെങ്കിൽ വ്യക്തമാക്കണമെന്ന് കോടതി ആവശ്യപ്പെടുന്നതിലേക്ക് സാധാരണഗതിയിലെത്തുമോ? അതിനുള്ള സാധ്യത നമുക്ക് നിരാകരിക്കുവാൻ കഴിയില്ല ശ്രീ നിഷാദ്. കാരണം ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസിയിൽ പ്രൈം മിനിസ്റ്റർ ആണെങ്കിലും ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തന്നെ നോൺ ആർബിട്രറി ആയിരിക്കണം, പിന്നെ അതുപോലെ റാഷണൽ ആയിരിക്കണം എന്നൊക്കെയുള്ള ഇത് കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള സ്റ്റിപ്പുലേഷനാണ്. അപ്പോൾ പ്രൈസ് കൂടിയിട്ടുണ്ടെങ്കിൽ ഓഫ്സെറ്റ് പാർട്ട്ണറെ തിരഞ്ഞെടുക്കുന്നതിനകത്ത് കേന്ദ്ര സർക്കാരിന് ഒരു റോൾ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ തീർച്ചയായിട്ടും കോടതിയുടെ മുമ്പിൽ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുവാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിന്റെ ഇടപെടിയിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് രേഖ പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ രേഖയിൽ പറയുന്ന കാര്യങ്ങൾ അത് തെറ്റാണ്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു കോൺവോല്യൂട്ടഡ് ആയിട്ടുള്ള ഇന്റർഫറൻസ് അല്ല ഉണ്ടായതെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ അവർക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇനി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ സുപ്രീം കോടതി ഒരു കോർട്ട് മോണിറ്റേർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ചെയ്യും. അങ്ങനെ വരികയാണെങ്കിൽ ഹവാലയിൽ സംഭവിച്ചതുപോലെ അന്നത്തെ പ്രൈം മിനിസ്റ്റർ CBIയുടെ ഇൻവെസ്റ്റിഗേഷനകത്ത് ഇടപെടാൻ ശ്രമിച്ചതായിട്ട് ഉള്ള കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. അവസാനം CBIയോട് എന്താണ് പറഞ്ഞത്? നിങ്ങൾ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിനല്ല നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടുന്നത്, യു ഹാവ് ടു റിപ്പോർട്ട് ബിഫോർ ദ സുപ്രീം കോർട്ട് എന്നാണ് കോടതി പറഞ്ഞത്.
അങ്ങനെ വരികയാണെങ്കിൽ, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇൻവെസ്റ്റിഗേഷന്റെ ഉന്നം പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസാകും. അത് നമ്മുടെ ഡെമോക്രസിയെ നാണം കെടുത്തും. അപ്പം കേന്ദ്ര സർക്കാരിന്റെ മുമ്പിലുള്ള ചാലഞ്ച് ചെറുതല്ല. ദേ വിൽ ഹാവ് ടു സബ്സ്റ്റാൻഷിയേറ്റ് ബിഫോർ ദി കോർട്ട്. PMOയുടെ ഇന്റർഫറൻസ് റാഷണൽ ആയിരുന്നു എന്ന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. അത് സെൻട്രൽ ഗവൺമെന്റിന് തീർച്ചയായിട്ടും ഒരു സെറ്റ് ബാക്ക് ആണ്. എന്നെങ്കിൽ തന്നെയും കാര്യങ്ങൾ ഇതൊക്കെ ആണെങ്കിൽ തന്നെയും ശ്രീ നിഷാദ്, ഇവിടെ ചർച്ചാ വിഷയമാക്കേണ്ടത് എന്തായിരുന്നു കേന്ദ്ര സർക്കാർ കോടതിയിൽ എടുത്ത നിലപാട് എന്നുള്ളതായിരുന്നു. ഇതുപോലെ കോടതിയുടെ മുമ്പിൽ ഒരു ഡോക്യുമെന്റ് വരുമ്പോൾ, പത്രത്തിൽ പബ്ലിഷ് ചെയ്യപ്പെട്ടു വന്നിരിക്കുന്ന ഒരു ഡോക്യുമെന്റ് കോടതിയുടെ മുൻപിൽ വരുമ്പോൾ, അത് പബ്ലിഷ് ചെയ്ത പത്രസ്ഥാപനത്തിനെ ജയിലഴിക്കുള്ളിലടയ്ക്കും, അതിന്റെ അധികാരികളെ ജയിലിലടയ്ക്കും. ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് എന്ന് പറയുന്ന റിഗ്രസീവായിട്ട് ആധുനിക സമൂഹം ചില സമയങ്ങളിൽ കാണുന്ന ഒരു ലെജിസ്ലേഷൻ ഉയർത്തിപ്പിടിച്ചിട്ട് ഇരുമ്പഴികളിലൂടെ ഉള്ളിലാക്കുമെന്നൊരു സർക്കാർ സുപ്രീം കോടതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുവാനും ഇത് ജനങ്ങൾക്ക് അറിയുവാനുള്ള അവകാശത്തെ ഹനിക്കുവാനുമായിട്ടുള്ള സർക്കാരിന്റെ നിലപാടായിട്ടല്ലേ അത് കാണുന്നത്? ഇങ്ങനെ രാജ്യം പോവുകയാണെങ്കിൽ ഒരു രണ്ടാം അടിയന്തരാവസ്ഥയിലേക്കല്ലേ ഈ രാജ്യം ചെന്നെത്തുന്നത്? ഇങ്ങനെയുള്ള സർക്കാരിന്റെ നിലപാടുകൾക്കുള്ള നിയമത്തിന്റെ മറുപടിയായിരുന്നു ശ്രീ നിഷാദ് ഇന്നത്തെ തീരുമാനം. അതുകൊണ്ട് വിമർശകരുടെ വായടപ്പിക്കാൻ രാജ്യസുരക്ഷാ നിയമങ്ങൾ ഉപയോഗിക്കുന്നവർക്കുള്ള തിരിച്ചടി കൂടിയാണ് ഇത്. കോടതി അങ്ങനെ വാക്കാൽ സ്പെസിഫിക് ആയ പരാമർശം നടത്തിയിട്ടില്ലെങ്കിലും ശൂരനാട് രാജശേഖരൻ, സത്യത്തിൽ അത് ചരിത്രത്തിന്റെ ഒരു ആവർത്തനം കൂടിയാണ്. ഹിന്ദു തന്നെയുള്ള ചരിത്രത്തിന്റെ ആവർത്തനം. ബൊഫോഴ്സ് കേസിൽ അവർ പരമ്പര എഴുതി, നിങ്ങളന്ന് അവർക്ക് ശത്രുക്കളായിരുന്നു, നിങ്ങൾ അവരെ വേട്ടയാടാൻ ശ്രമിച്ചു. അതേസമയം ഇന്ന് പ്രതിസ്ഥാനത്തുള്ളവർ അന്ന് അവർക്കൊപ്പം നിലകൊള്ളുകയും ചെയ്തു. ഇപ്പോൾ വീണ്ടും ഒരു സർക്കാരിനെതിരെ വലിയ പരമ്പര വരുന്നു തെരഞ്ഞെടുപ്പ് സമയത്ത്. സ്വാഭാവികമായും മാധ്യമ സ്വാതന്ത്ര്യത്തിന്, സത്യം വിളിച്ചു പറയാനുള്ള പൗരന്റെ സ്വാതന്ത്ര്യത്തിന് വിലങ്ങിടാൻ അതിന് രാജ്യസുരക്ഷാ നിയമവും ഒഫീഷ്യൽ സീക്രട്ട് ആക്റ്റും ഒക്കെ എടുത്തുപയോഗിക്കുകയാണ് സർക്കാരുകൾ. എല്ലാ കാലത്തും ഗവൺമെൻറ്റുകൾ ഈ നില സ്വീകരിച്ചു പോന്നിട്ടുണ്ട്. ആ ഒരു ആവർത്തനത്തെ, ആ ഒരു സാമ്യത്തെ എങ്ങനെ കാണുന്നു താങ്കൾ? നമുക്ക് ആ ഒരു ആ കാര്യത്തിൽ തന്നെ സാമ്യം ചെയ്ത് പറയാൻ നിഷാന്തേ, ഒരു കുഴപ്പമില്ല. കേവലം 850 കോടിയുടെ ഒരു ഡീലായിരുന്നു ബോഫേഴ്സ്, അല്ലേ? 850 കോടി, 30,000 കോടിയാണ് ഒരു ഭാഗത്ത്. പോട്ടെ, അന്ന് എത്രയാ? അന്നത്തെ 850 കോടിയാണ്. എത്രയായിക്കോട്ടെ, അതിനേക്കാൾ ഇതൊരു നിസ്സാരമായതോ. അന്ന് ഇത് വന്നപ്പോൾ ബോഫേഴ്സിൻ്റെ കാര്യം വന്നപ്പോൾ എൻറാം എഴുതിയും ഹിന്ദു എഴുതിയും ഒക്കെ എഴുതിയപ്പോഴൊക്കെ ഒരു കേന്ദ്ര ഗവൺമെൻറ്റും രാജീവ് ഗാന്ധിയും അറ്റോർണി ജനറലും കോടതിയും പറഞ്ഞില്ല പത്രക്കാരനെ ഞങ്ങൾ നിരക്കി നിർത്തും, അകത്ത് പോവും, ഇരുമ്പഴികൾക്കകത്ത് പോകുമെന്ന് പറഞ്ഞില്ല. ഇന്ന് സുപ്രീം കോടതി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, വളരെ പ്രശസ്തമായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയാമോ? അത് ജനാധിപത്യ രാജ്യത്തിൽ മാധ്യമങ്ങൾക്കുള്ള പങ്ക് ചെറുതൊന്നുമല്ല എന്ന് ഇന്നത്തെ വിധിയുടെ കൂടെ പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, ചരിത്രത്തിൻ്റെ ചുവരെഴുത്ത് ഭരണഘടനാ സ്ഥാപനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. സുപ്രീം കോടതി മാത്രമല്ല, ഇലക്ഷൻ കമ്മീഷൻ്റെ തീരുമാനം എന്ന് വന്നിട്ടുണ്ട്. PM നരേന്ദ്രമോദിയുടെ സിനിമ ഇലക്ഷൻ കഴിഞ്ഞിട്ട് പ്രവർത്തിച്ചാൽ മതി, നരേന്ദ്രമോദിയുടെ വലിപ്പം കാണിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വേണ്ട എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നു. ഇലക്ഷൻ കമ്മീഷന്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സുപ്രീം കോടതിയെ പോലും ഈ ഭരണഘടനാ സ്ഥാപനങ്ങളെ മുഴുവൻ CAG പറ്റി വല്ല അഭിമാനത്തോടുകൂടി പറഞ്ഞല്ലോ. ആ CAG എന്തായിരുന്നു? അവിടെ നടന്ന നാടകങ്ങൾ എന്തായിരുന്നു? അതിനേക്കാളേറെ നമ്മുടെ ഏറ്റവും കൂടുതൽ പരമോന്നതമായ നീതിന്യായം നടക്കേണ്ട സ്ഥാനത്ത് നടന്ന സംഭവവാസങ്ങൾ, രാത്രികാലങ്ങൾ നടന്ന. അപ്പോൾ ഭരണഘടനാ സ്ഥാപനങ്ങളെ മുഴുവൻ പുൽപ്പടിയിൽ നിർത്തി ഇതേ സ്ഥിതിയിൽ തന്നെ പത്രക്കാരനെ ജയിലിനകത്ത് അടയ്ക്കും എന്നൊരു അറ്റോർണി ജനറൽ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനം പറഞ്ഞു. ഓഫീസേഴ്സിൽ ആരും അങ്ങനെ പറഞ്ഞില്ല. അവസാനം സുപ്രീം കോടതി പറഞ്ഞു ഇത് കള്ളക്കേസാണ് എന്ന് പറഞ്ഞ് സുപ്രീം കോടതി തന്നെ ക്ലീൻ ചിറ്റ് ഞങ്ങൾക്ക് തന്നു. ഇപ്പോൾ എന്താ സുപ്രീം കോടതി പറഞ്ഞേ? പൊതുസമൂഹത്തിൽ നിൽക്കുന്ന വിഷയം എന്ന് വെച്ചാൽ ഏറ്റവും പരമപ്രധാനമായ 3 രേഖകൾ, ജൂൺ മാസം 1-ാം തീയതി കൊടുത്ത ആ 3 രേഖകൾ ഞങ്ങളുടെ മുമ്പിൽ നിങ്ങൾ കൊണ്ടുവന്നില്ല, പക്ഷേ മാധ്യമങ്ങൾ തന്നിരിക്കുന്നു, അത് പരിഗണിക്കേണ്ടതാണ് എന്ന് പറയുന്നു. ആ രേഖകൾ വരുമ്പോഴാണ് PMO ഓഫീസിൻ്റെ പങ്ക് ഇതിൽ എന്താണ് എന്ന് PMO മാത്രമാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്, വേറെ ആരുമല്ല ഇത് ചെയ്തിട്ടുള്ളത്. വേറെ ആർക്കും ഇതിൽ പങ്കില്ല. പാവം നിർമ്മല സീതാരാമനെ നമുക്ക് വളരെ അവരോട് നമുക്ക് സഹതാപമാണ് തോന്നിയ ഒരു വനിത എന്നുള്ള നിലയിൽ ഇന്നും വന്നിരുന്ന് പറയുന്നത്. അതിനു മുമ്പ് അന്തരിച്ച് സ്വർഗത്തിൽ പോയി നിൽക്കുന്ന നമ്മുടെ പരീക്കറിൻ്റെ ചിത്രം നമ്മുടെ മനസ്സിലുണ്ട്. അദ്ദേഹം ഒന്നും അറിഞ്ഞിട്ടില്ല. ഇത് നോട്ട് നിരോധനം ഈ ജെയ്റ്റ്ലി എന്ന് പറയുന്ന നമ്മുടെ ധനകാര്യമന്ത്രി അറിഞ്ഞിട്ടുണ്ടോ? നിശ്ചയത്തെ പ്രതിരോധ മന്ത്രി അറിഞ്ഞിട്ടുണ്ടോ? ഈ ഡീലിനെ പറ്റി അറിഞ്ഞിട്ടുണ്ടോ? ഇന്ത്യയിൽ 4 വർഷക്കാലമായി നടന്ന സംഭവവാസങ്ങൾ എന്താ? നോട്ട് നിരോധനത്തെപ്പറ്റി ഏറ്റവും അവസാനം വന്നിട്ടുള്ള ചിത്രം എന്താണ്?
ഇത്രയും ഭീകരമായ അഴിമതി ഭരണഘടനാ സ്ഥാപനങ്ങളെ മുഴുവൻ ചൊൽപ്പടിയിൽ നിർത്തിക്കൊണ്ട് ഏകാധിപത്യത്തിൻ്റെ മാർഗയിൽ പോയ ഒരാൾ തിരിച്ചു വരുന്നുവെന്ന് ചുവരെഴുത്ത് പറയുന്നു. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ 67% പറഞ്ഞുവെന്ന്. മധ്യപ്രദേശും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ കാറ്റ് തിരിച്ചു മാറി എന്ന് മാത്രമല്ല, നരേന്ദ്രമോദിയോടൊപ്പം നിന്ന് അദ്വാനി അടക്കമുള്ള ഉന്നതരായ BJP-യുടെ നേതാക്കന്മാർ പറയുന്നു ആപത്താണ് രാജ്യത്തിന്. കാറ്റ് തിരിച്ചു മാറുന്നുണ്ട് എന്ന വലിയ ആത്മവിശ്വാസമാണ് താങ്കൾക്ക്. സി ലാൽകുമാർ, താങ്കളെ കുറിച്ച് നേരത്തെ സി അശോക് കുമാർ പറഞ്ഞു താങ്കൾക്ക് നിറയെ മോദി BJP വിരുദ്ധതയാണെന്നാണ്. രാഷ്ട്രീയത്തിൽ നയപരമായി താങ്കൾക്ക് അങ്ങനെ ഒരു സമീപനമുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ ചോദിക്കട്ടെ. അപ്പോൾ എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങൾക്കും മേൽ ഈ പിടിമുറുക്കിയിട്ടുണ്ട്, അത് രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ അപകടത്തിലാക്കുമെന്ന വിമർശനം ഉന്നയിച്ചയാളാണ് താങ്കൾ. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം, ഇന്നത്തെ ദിവസത്തെ കാര്യം മാത്രം എടുത്താൽ റഫാൽ ഇടപാടിൽ സർക്കാരിൻ്റെ എല്ലാ എതിർപ്പുകളെയും മാറ്റിവെച്ചുകൊണ്ട് ഇത് പരിഗണിക്കാൻ കോടതി തീരുമാനിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കാര്യം എടുത്താൽ ഇപ്പോൾ നമോ ടെലിവിഷൻ്റെ കാര്യമോ അല്ലെങ്കിൽ മോദിയെ സ്തുതിക്കുന്ന PM നരേന്ദ്രമോദി എന്ന സിനിമയുടെ കാര്യമൊക്കെ എടുക്കുമ്പോഴും അല്ലെങ്കിൽ ഈ രാജ്യത്താകെ ഏകപക്ഷീയമായി നടക്കുന്ന റെയ്ഡുകളുടെ കാര്യത്തിനുമൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൈകിയാണെങ്കിലും ഒരു ഉത്തരവാദിത്തമുള്ള ഇടപെടൽ നടത്തുകയാണ്. അപ്പോൾ എല്ലാം മോദിയുടെ താല്പര്യങ്ങൾക്കൊപ്പവും മോദിക്കൊപ്പവും ചലിക്കുകയാണ് എന്നതിൽ നിന്ന് നേരത്തെ രാഷ്ട്രീയത്തിൽ കാറ്റ് മാറി വീശുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ കാറ്റ് ചെറുതായി മാറി വീശുന്നുണ്ട് എന്ന് താങ്കളുടെ രാഷ്ട്രീയ പ്രതലത്തിൽ നിൽക്കുമ്പോൾ താങ്കൾക്കൊരു ആശ്വാസം തോന്നുന്നുണ്ടോ? ആദ്യം BJP-യുടെ അശോക് കുമാറിനൊരു മറുപടി പറഞ്ഞോട്ടെ. ഞാൻ BJP വിരുദ്ധതയും RSS വിരുദ്ധതയും ഫാസിസ്റ്റ് വിരുദ്ധതയും തന്നെയാണ് പറഞ്ഞത്. കാര്യം നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ ചെയ്യുന്നത് ഹെയ്റ്റ് സ്പീച്ചസ് ആണ്. ഇന്ന് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് എന്താണ്? രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് പാകിസ്ഥാനിലാണോ എന്ന് ചോദിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നു. നിങ്ങളുടെ പ്രതിനിധി തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്നത് പാകിസ്ഥാനിലാണോ എന്ന് ഞാൻ ചോദിച്ചോട്ടെ നിങ്ങൾക്ക്? നിങ്ങൾ ചെയ്യുന്ന ഹെയ്റ്റ് സ്പീച്ചിനെതിരെ ഞാൻ സംസാരിക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് നെഗേഷൻ ഓഫ് നെഗേഷൻ എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. കാര്യം നിങ്ങളുടെ ഹെയ്റ്റിനെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത്. അത് പറയുക തന്നെ ചെയ്യും. അതിനകത്ത് ബുദ്ധിമുട്ടിട്ടൊന്നും കാര്യമില്ല. അത് പറഞ്ഞേ പോകൂ. ഇത് ജനാധിപത്യ രാഷ്ട്രമാണ്, ഇത് കേരളമാണ്, ഇത് UP-യും ബീഹാറും ഒന്നും അല്ല എന്നുള്ള കാര്യം ഒന്നും ഓർപ്പിച്ചോട്ടെ എന്നുള്ളതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. പിന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ നയം പല ഘട്ടങ്ങളിലും ഗുജറാത്ത് ഇലക്ഷൻ തൊട്ട് ഞാൻ അതിശക്തമായി വിമർശിക്കുന്നതാണ്. പിന്നെ അറ്റ്ലീസ്റ്റ് അറ്റ് എ പോയിന്റ് യു ഹാവ് ടു പ്രൂവ് ദാറ്റ് യു ഡോണ്ട് ഹാവ് എ പ്ലയൻ ബാക്ക് ബോൺ. നട്ടെല്ലെന്ന് പറയുന്നത് ശക്തിയുള്ളതാണെന്ന് ചിലപ്പോഴെങ്കിലും പ്രൂവ് ചെയ്യേണ്ടതായിട്ടൊരു സിറ്റുവേഷൻ വരും. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമോ TV ഫാസിസത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രതിഫലനമല്ലേ നമോ TV? ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ ബഹുമാനിക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് TV ഉണ്ടാക്കുക, അതിനെ ഇലക്ഷൻ കമ്മീഷൻ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞപ്പം അതിൻ്റെ അർത്ഥം നമോ TV എന്ന് പറയുന്ന ആ ഒരു സെറ്റപ്പ് തെറ്റാണെന്നല്ലേ എൻ്റെ അർത്ഥം? ആ സെറ്റപ്പ് തെറ്റ് അത് ആരോട് ചോദിച്ചിട്ടാണ് ഇവർ ചെയ്തത്? ഈ ഇൻസ്റ്റിറ്റ്യൂഷനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഇതിന് നേരെ ഘടകവിരുദ്ധമായി പെരുമാറുമ്പോൾ പിന്നെ നമ്മൾ ഇവർക്കെതിരെ പ്രതികരിക്കണ്ടേ? ഇവർ പിന്നെ നമ്മളെന്തോ ഈ ഉമ്മാക്കി കണ്ട് നമ്മൾ പേടിക്കുമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനൊന്നും കരുതണ്ട. ഞാനതാണ് ആദ്യം പറഞ്ഞത്. നിങ്ങൾക്ക് പരമാവധി ചെയ്യാൻ പറ്റുന്നത് ഗൗരി ലങ്കേഷിൻ്റെ ജീവൻ എടുത്തതുപോലെ ജീവനുകൾ എടുക്കാൻ പറ്റും, പക്ഷേ ആശയത്തെ നിങ്ങൾക്ക് തോപ്പിക്കാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓട്ടോണമി നശിച്ചു എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല നിഷാദേ. അത് ഇതൊരു വലിയ റിവൈവലായിട്ടൊന്നും കരുതണ്ട. ഞാൻ പറഞ്ഞില്ല, അവസാനം വരുമ്പോഴത്തേക്കും നമ്മളുടെ ആത്മാഭിമാനത്തെ അതുപോലെ തൊട്ട് കഴിയുമ്പോഴത്തേനും നമുക്കൊരിതുണ്ടല്ലോ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ PSLV മേളിലേക്ക് വിട്ടു. അത് അന്നത്തെ പ്രധാനമന്ത്രി ആ ടൈം ഉപയോഗിച്ചത് യഥാർത്ഥത്തിൽ ചട്ടലംഘനമാണെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനൊരു നിയമ പരിജ്ഞാനമുള്ള ആളൊന്നുമല്ല. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ഇലക്ട്രൽ ബൂസ്റ്റ് കൊടുക്കുന്ന ഒരു കാര്യം തന്നെയാണ് ചെയ്തതെന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ അതിനകത്ത് തെറ്റൊന്നും കണ്ടില്ല. ഇലക്ഷൻ കമ്മീഷൻ തെറ്റ് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് തന്നെ എല്ലാ ഓട്ടോണോമിയും ഇൻഡിപെൻഡൻസും അവരുടെ എല്ലാം റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ പറയട്ടെ, ഞാൻ എഗ്രി ചെയ്യുന്നു. ഓക്കെ, ഇപ്പം ഇവിടെ വന്നപ്പോൾ ഒരു മാറ്റം വന്നിരിക്കുന്നു, നല്ല കാര്യം. നല്ല കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് കൊള്ളാം, ആർക്ക് കൊള്ളാം? നമുക്ക് കൊള്ളാം. അല്ല എങ്കിൽ ഒരു വ്യക്തിക്ക് കീഴിൽ വ്യക്തിയുടെ കാലിന് കീഴിൽ പോയി കിടന്ന് നമുക്ക് അധികം നാൾ ജീവിക്കാൻ പറ്റില്ല. കാര്യം നമ്മൾ പലയിടത്തും കാണുന്നതാണ്. UP-യിലും ബീഹാറിലും ഒക്കെ ഇവരുടെ കീഴിൽ കാലിൻ്റെ കീഴിൽ പോയി SP കാല് തൊട്ട് വർണ്ണത്ത് മുന്നോട്ട് നീങ്ങുന്നത്. എന്താണ് കാര്യം? പോലീസ് സൂപ്രണ്ടും കളക്ടർമാരും ഇൻസ്റ്റിറ്റ്യൂഷനുകളെ എല്ലാം നശിപ്പിച്ചു. അമേരിക്കൻ ജനാധിപത്യം ഈ ലോകത്ത് ഏറ്റവും നല്ല ഫങ്ഷണൽ ഡെമോക്രസി ആയിട്ട് നിൽക്കുന്നത് എന്താണ്? ട്രംപ് ഒന്ന് പറയും, പക്ഷേ അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻ വർക്ക് ചെയ്യത്തില്ല. അവർ രാജിവെച്ച് ഇറങ്ങിപ്പോവും, പ്രതിഷേധിക്കും. അങ്ങനെ അല്ലാതെ മുന്നോട്ട് നീങ്ങുന്നൊരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഫാസിസ്റ്റുകൾ ചെയ്യുന്നത് അങ്ങനെയാണ്. അവരാദ്യം ഓർഗനൈസേഷനുകൾ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ കീഴ്പ്പെടുത്തും. ആ കീഴ്പ്പെടുത്തുന്നതിന് നട്ടല്ലില്ലാത്ത ഉദ്യോഗസ്ഥരിരുന്നാൽ അപകടമാണ്. ആ ഓരോ ഉദ്യോഗസ്ഥനും വിമർശനം ആവർത്തിക്കുകയാണ്. അശോക് കുമാർ, ഇവിടെ കഴിഞ്ഞ ദിവസം ABP ന്യൂസിന് കൊടുത്ത അഭിമുഖത്തിൽ റഫാലിനെ കുറിച്ചൊരു ചോദ്യം ഉണ്ടാവുന്ന ഘട്ടത്തിൽ വലിയ വികാര വിക്ഷോഭത്തോടെയായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം.
നിങ്ങൾക്ക് എങ്ങനെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയോട് ഇത്തരം അടിസ്ഥാനമില്ലാത്ത ഒരു കാര്യം ചോദിക്കാൻ ധൈര്യം വന്നു എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. എന്നിട്ട് സുപ്രീം കോടതി പൂർണ്ണമായും ഞങ്ങൾക്ക് ക്ലീൻ ചിറ്റ് എന്ന ഒരു കാര്യത്തിൽ പിന്നെയും എന്തിന് പാടിക്കൊണ്ടേ നടക്കുന്നു എന്ന് അദ്ദേഹം പരിഭവം പറയുകയും ചെയ്തു. ഇനി നിങ്ങൾക്കത് തെരഞ്ഞെടുപ്പ് വേദികളിലടക്കം അല്ലെങ്കിൽ ഈ തരം ചർച്ചകളിലടക്കം പറയാൻ കഴിയുമോ ശ്രീ അശോക് കുമാർ? കാരണം ആ കേസിൽ ഒരു പുനഃപരിശോധനാ ഹർജിയിൽ കുറച്ച് എക്സ്ട്രാ ഡോക്യുമെന്റ്സ് കോടതിയുടെ മുന്നിൽ ചെല്ലുകയും അത് പരിഗണിക്കാൻ കോടതി തീരുമാനിച്ചിരിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് ഞങ്ങൾക്ക് ക്ലീൻ ചിറ്റ് കിട്ടിയിട്ടുണ്ട് എന്ന് ജനങ്ങളോട് എങ്ങനെ പറയും? കാരണം കോടതി അതിന്മേൽ കിട്ടിയിട്ടുള്ള അധിക രേഖകൾ പരിശോധിക്കാനിരിക്കുകയാണ്. ക്ലീൻ ചിറ്റിന് സ്റ്റേ ഇല്ല. റിവ്യൂ പെറ്റീഷൻ സ്വീകരിച്ചു. റിവ്യൂ പെറ്റീഷൻ്റെ റിസൾട്ട് വരുന്നത് വരെ തന്നെ ക്ലീൻ ചിറ്റ് നിലവിലുണ്ടാവും. അതവിടെ നിൽക്കട്ടെ. മറ്റൊരു കാര്യം, ഇപ്പോൾ കോൺഗ്രസിൻ്റെയും ഈ പ്രതിനിധി രണ്ടുപേരും പറയുന്നത് നരേന്ദ്രമോദിയാണ് കുഴപ്പക്കാരൻ, നിർമ്മലാ സീതാരാമനും പരീക്കറും ഒന്നും കുഴപ്പക്കാരല്ല. ഈ നരേന്ദ്രമോദി കുഴപ്പക്കാരനാണെങ്കിൽ 2004 മുതൽ 2014 വരെ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു. അന്ന് കേന്ദ്രത്തിൽ ഡൽഹിയിൽ അധികാരത്തിലിരുന്ന് കോൺഗ്രസും സിൽബന്ദികളുമാണ്. അവരെന്തെല്ലാം പറഞ്ഞു? മരണത്തിൻ്റെ വ്യാപാരിയാണ്, ന്യൂനപക്ഷ വിരുദ്ധനാണ്, എല്ലാവരും കൂടി വളഞ്ഞു വെച്ചടിച്ചു, അഴിമതിക്കാരനാണെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഒരു രോമത്തെ തൊടാൻ സാധിച്ചോ? എല്ലാ അധികാരങ്ങളും നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നല്ലോ. 2014 നരേന്ദ്രമോദിയെ പുറത്താക്കണമെന്ന് അവർ പറഞ്ഞു. ഗുജറാത്തിൽ 12 വർഷക്കാലം അദ്ദേഹത്തെ അവിടെ നിന്ന് പുറത്താക്കി. പക്ഷേ അദ്ദേഹത്തെ പുറത്താക്കിയത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്കാണ്. ഇവിടുന്ന് ഇനി അദ്ദേഹത്തെ അത്തരമെല്ലാ എതിർപ്പുകളെയും മറികടന്നു വന്നു എന്നാണ് താങ്കൾ പറയുന്നത്. സമയപ്രശ്നങ്ങളാണ് ഞാൻ വീണ്ടും ഇടപെടുന്നത്. അശോക് കുമാറിന്റെ ചോദ്യം, നിങ്ങൾ തെരഞ്ഞെടുപ്പ് വേദികളിലടക്കം ഈ റഫാൽ തെരഞ്ഞെടുപ്പ് ഈ സുപ്രീം കോടതിയിൽ ഞങ്ങൾക്ക് ക്ലീൻ ചിറ്റ് കിട്ടിയതാണെന്ന് നിങ്ങൾക്ക് ഇനിയും പറഞ്ഞു നടക്കാൻ കഴിയുമോ എന്നാണ്. ക്ലീൻ ചിറ്റ് നിലനിൽക്കുന്നു, അതാണ് പ്രശ്നം. ക്വസ്റ്റ്യൻ ഓഫ് ലോ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. കോടതിയുടെ ഒരു അധികമായി കിട്ടിയ രേഖകൾ പരിശോധിക്കുന്ന ഒരു പ്രശ്നമല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ശബരിമല വിധിയിൽ അങ്ങനെയാണെങ്കിൽ സർക്കാരിന്റെ ആദ്യം പുറപ്പെടുവിച്ച വിധി അവിടെ നിലനിൽക്കുകയല്ലേ? നിങ്ങൾ അതിനെ അംഗീകരിക്കുന്നില്ലല്ലോ. നിങ്ങൾ നിങ്ങൾ പറഞ്ഞു നടക്കുന്നത് അതിനകത്ത് പുനഃപരിശോധന ഹർജി കോടതിയുടെ പരിഗണിക്കുകയാണ്, അതിന്മേലെ തീരുമാനം വരും, അന്തിമ വിധി അല്ല എന്നാണ് നിങ്ങൾ പറഞ്ഞു നടക്കുന്നത്. ഇവിടെ എന്താണ് മറിച്ചൊരു നിലപാട്? ശരിയാണ്, അന്തിമ വിധിയല്ല. പക്ഷെ ക്ലീൻ ചിറ്റ് നിലനിൽക്കുന്നു. ഇനി പരിശോധിക്കട്ടെ. ഇപ്പൊ അതിനുവേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ ഇതുകൊണ്ട് നിങ്ങൾക്ക് നരേന്ദ്രമോദി സർക്കാരിനെ അടിക്കാനുള്ള വടിയായിട്ട് ഇത് ഉപയോഗിക്കാൻ സാധിക്കില്ല. ജനങ്ങൾക്ക് വിശ്വാസ്യതയുണ്ട്, അതാണ് ഏറ്റവും പരമപ്രധാനം. ഞങ്ങൾ വെല്ലുവിളിക്കുന്നു കോൺഗ്രസിനെയും മറ്റുള്ള ആളുകളെ. ഈ വരാൻ പോകുന്ന ജനകീയ കോടതിയുടെ വിചാരണയുണ്ടല്ലോ, അതിൽ ഞങ്ങൾ 100% മാർക്കോടുകൂടി ജയിക്കും. കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ നല്ല വിജയം ഞങ്ങൾക്ക് നേടാൻ സാധിക്കും, യാതൊരു തർക്കവും വേണ്ട. എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് വീണ്ടും ചർച്ച ചെയ്യാം റഫാലിനെ കുറിച്ച്. ഡോക്ടർ സൂര്യനാരായണൻ രാജശേഖരൻ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ജനകീയ കോടതിയിൽ വിജയിക്കാൻ പോവുകയാണ് എന്ന ആത്മവിശ്വാസം പങ്കുവെക്കുകയാണ്. ഇതൊക്കെ പുറത്തു വരുന്ന ഈ അഭിപ്രായ സർവേകളൊക്കെ ഏത് ദേശീയ മാധ്യമങ്ങളിലെ ഞങ്ങൾക്ക് അനുകൂലമാണ്, അതുകൊണ്ട് ഈ നുണയൊന്നും ജനം വിഴുങ്ങില്ല എന്ന ആത്മവിശ്വാസം പങ്കുവെക്കുന്നു ശ്രീ അശോക് കുമാർ. അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം അദ്ദേഹത്തെ രക്ഷിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് ഇപ്പോൾ അവസരത്തിൽ പറയാനുള്ളൂ. പക്ഷേ ഒരു ജനാധിപത്യ സർക്കാർ അധികാരത്തിൽ വന്നാൽ ആദ്യം അന്വേഷിക്കുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന് പ്രധാനപ്പെട്ടമായും സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയും കൂടുതൽ ഒരു അഴിമതി നടത്തിയ ഈ വിഷയത്തെപ്പറ്റി നേരത്തെ ലാല് പറഞ്ഞ പോലെ ധവളപത്രമല്ല, സമഗ്രമായ അന്വേഷണം നടത്തും. കുറ്റക്കാരനകത്ത് പോകും. അകത്ത് പോയാൽ BJPയിൽ വേറെ ആരും സഹായിക്കാൻ കാണത്തില്ല നരേന്ദ്രമോദിയെ. കാരണം ബാക്കി എല്ലാവരും ഒഴിഞ്ഞു, പ്രതിരോധ വകുപ്പ് പോലും ഒഴിഞ്ഞു. അപ്പം പിന്നെ ആരാ ഉള്ളത്? എല്ലാം PMO നടത്തിയ നാടകമാണ്. രണ്ടാമത് നിങ്ങൾ പറയുന്നതെല്ലാം രാജ്യസുരക്ഷയാണല്ലോ. രാജ്യസുരക്ഷതയെ പറ്റിയാണല്ലോ നിങ്ങൾ പറയുന്നത്. രാജ്യസുരക്ഷത ഉണ്ടെങ്കിൽ ആ പദം ഉപയോഗിച്ചെങ്കിലേ നിങ്ങൾക്ക് ഇനിയെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. അതിനി വിലപ്പോകത്തില്ല. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ ഒരു അന്വേഷണം നടത്തിയാൽ ഈ അടുത്ത കാലത്ത് നടത്തിയ 44 ഭടന്മാരെ തകർത്ത ആ അപകടമുണ്ടല്ലോ, അത് തൊട്ട് അന്വേഷണം വരുമ്പോൾ അറിയാം എവിടെയൊക്കെ ഇതൊക്കെ ഒരൊറ്റ കാര്യം കൂടി. തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകാൻ പോകുന്നത്. ഫസ്റ്റ് ഫേസിന് മുൻപാണ് സ്ഥാപനങ്ങൾ തിരിച്ചു വരുന്നു. ശരി, ഫസ്റ്റ് ഫേസിന് മുൻപാണ് ഇപ്പോൾ ഇന്നത്തെ ഒരു നിർണായകമായ തീരുമാനം കോടതിയിൽ നിന്ന് വരുന്നത്. ഇനി അതെപ്പോൾ കേൾക്കണമെന്ന കാര്യത്തിലൊരു തീരുമാനം ഉണ്ടായിട്ടുമില്ല. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എപ്പോഴെങ്കിലും വേണമെങ്കിൽ അത് സംഭവിച്ചേക്കാം. അതിന്മേലുള്ള ഈ പറയുന്ന ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ, വിശദീകരണം തേടലുള്ള സത്യവാങ്മൂലം പോലുള്ള പ്രോസസ്സുകൾ ഈ സമീപ ദിവസങ്ങളിൽ തന്നെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടോ ശ്രീ അഭിലാഷ്?
അതിനുള്ള സാധ്യത കുറവാണ് ശ്രീ നിഷാദ്. കാരണം കോടതി എന്നാണ് ഈ കേസിനെ അടുത്തത് കേൾക്കുന്നത് എന്ന് ഇന്ന് നിശ്ചയിച്ചിട്ടില്ല എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇത് സംബന്ധിച്ചൊരു വിശദമായ വാദത്തിലേക്ക് കോടതി കടക്കുവാനുള്ള സാധ്യത കുറവാണ്. എന്നിരുന്നാൽ തന്നെയും ഇതൊരു വലിയ ഒരു ദേശീയ വിഷയമായതുകൊണ്ട് ഇത് ജനങ്ങളിലേക്ക് ഈ കോടതിയുടെ വിധി, ആ വിധിയുടെ സന്ദേശം എങ്ങനെ ചെന്നെത്തും എന്നുള്ളത് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിന്റെ ഔട്ട്കമ്മിനെ ബാധിക്കുവാൻ, സ്വാധീനിക്കുവാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു വലിയ വിഷയമാണ്. കോടതിയുടെ ഈ ഉത്തരവ് ഒരു ചെറിയ ഒരു ഉത്തരവാണെങ്കിൽ കൂടി ഇന്ത്യൻ ജനാധിപത്യത്തിന് വളരെയധികം പ്രസക്തമായ, വളരെയധികം ചർച്ചകൾ ഉളവാക്കേണ്ടുന്നതായിട്ടുള്ള ഒരു വിധിയാണ്. അത് ജനങ്ങൾ തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ടതായിട്ട് തന്നെയുണ്ട്, അതിന്റെ എല്ലാ പ്രസക്തിയിലും. ഓക്കെ, ആ എല്ലാ വിധത്തിലും അത് ചർച്ച ചെയ്യപ്പെടുക തന്നെ വേണമെന്നാണ്. നന്ദി ശ്രീ അഭിലാഷ്. അപ്പം തന്നെ ലാൽകുമാർ, അഡ്വക്കേറ്റ് അശോക് കുമാർ, ഡോക്ടർ സൂര്യനാട് രാജശേഖരൻ ഈ ചർച്ചയുടെ ഭാഗമായി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിലപാടുകളും പങ്കുവച്ചതിന്.